പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. വീണ്ടും ഒരുമിച്ച് പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ വേണു അവറുകളാണ്. തന്റെ ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തൻദാസൻ പാസ്റ്റർ പോൾ വേണു അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പാസ്റ്ററെ, പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഓക്കെ, ഞാൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കുടുംബസ്ഥനാണ്, വിവാഹിതനാണ്. ഭാര്യ ജയശ്രീ, 2 മക്കൾ. മകൻ സാം മൂത്ത മകനാണ്, മകൻ ജോലി ചെയ്യുന്നു. മകൾ ലേയ, അവളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മക്കൾ. സഭയുണ്ട്, സഭ പേര് മിസ്ബ പ്രയർ ചർച്ച് എന്നാണ്. 18 വർഷമായി ഒരു സഭയുടെ തന്നെ പാസ്റ്ററായി. ഓക്കെ, അതെ, പാസ്റ്ററെ പരിചയപ്പെടുത്തിയ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബാല്യകാലം മുതൽ ഇന്ന് വരെ ഇങ്ങോട്ടുള്ളതായ ദൈവീയ ഇടപെടലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കാം. ദൈവം നൽകിയ നല്ല ഈ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുന്നു. കർത്താവ് എത്രയോ വലിയവനും നാം ഈ ഉലകിൽ എത്രയോ ചെറിയവനുമാണെന്നുള്ള ഉത്തമ ബോധത്തോടെ എങ്കിലും നമ്മുടെ ആവശ്യങ്ങളെ നമ്മളെ കരുതുന്നു. നമ്മളെ കർത്താവ് ഓമനയായിട്ട് കരുതുന്ന ഓർക്കുമ്പോൾ ആ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് അരോമ ടി വി ആ വാക്കുപോലെ തന്നെ ദൈവത്തിന്റെ സൗരഭ്യവാസനയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് അനേർക്കൊരു എന്നെ പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ സമയം എന്നറിയാം, എങ്കിലും ഒരു വാക്ക് ഞാൻ ഇന്നലെ ഈ ട്രിവാൻഡ്രത്തൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു മുക്കുവ സഹോദരൻ, അതായത് മീൻ പിടിക്കാൻ പോണ ഒരു സഹോദരൻ, അദ്ദേഹം പറയുവാണ്, ഞാൻ എല്ലാവരും കൂടെ ഉള്ളവരൊക്കെ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളാണ്. അപ്പോൾ ഞാൻ അരോമ ടി വിയുടെ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും. അദ്ദേഹം ഒരു 35 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്, ഒരു കൊയർ ലീഡറാണ്. പുള്ളി പറയുകയാണ്, ഞാനിങ്ങനെ കടലിന്റെ അകത്ത് നടുക്കോടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞൊക്കെ വരുന്നത്. അപ്പോൾ ഈ അരോമ ടി വിയുടെ മെസ്സേജ്, സാക്ഷ്യങ്ങൾ, ജീവനുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും ഒരു ചാൻസ് വന്നിട്ടുണ്ട്, ഞാനും സംസാരിക്കുന്നത്. അപ്പോൾ ഈ സൗരഭ്യവാസന എങ്ങോട്ട് പോകണമെന്ന് ഇതാർക്കും അറിയത്തില്ല. ഇതിന്റെ മണം ഇങ്ങനെ ദൈവത്തിന്റെ ഇത് പറയാറില്ലേ, നമ്മൾ ചത്തയിച്ച തൈലക്കാരന്റെ തൈലം നാറ്റമാക്കുമ്പോൾ ഈ അരോമയുടെ സൗരഭ്യം ആകാശത്തോളം ദൈവത്തിന്റെ മഹത്വം. സോ ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ഈസ് സോ അത് ഭയങ്കരമാണ്. കാരണം അതിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് പറയാനൊക്കത്തില്ല. എന്തായാലും ദൈവമഹത്വം ഇതിനായിട്ട് ഞാനും എൻ്റെ സാക്ഷ്യങ്ങൾ പറയുന്നതൊക്കെ നമ്മളെ മഹത്വത്തിനല്ല, ദൈവത്തിന്റെ സൗരഭ്യവാസന മറ്റനേക പുതിയ പുതിയ വിശ്വാസികൾക്കും ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് ഇടയാകട്ടെ എന്ന് ഞാനും ആശിക്കുന്നു. ഞാൻ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത്. നായർ സമുദായത്തിലാണ്. ജാതി പറയുന്നതല്ല, അതിൻ്റെ ഏത് സിറ്റുവേഷനിൽ നിന്നാണല്ലോ കർത്താവിനെ അറിഞ്ഞതെന്ന് എല്ലാവരും അറിയണമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഒരു ഹൈന്ദവ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും നായർ സമുദായത്തിൽ നിന്നുമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എൻ്റെ പിതാവ് അവിടെ, ഞങ്ങൾ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ട്രിവാൻഡ്രം ജില്ലയിലുള്ള അങ്ങേറ്റം, കൊല്ലം ജില്ലയുടെയും ട്രിവാൻഡ്രം ജില്ലയുടെ എൻഡാണ്. അവിടെ എൻ്റെ ഫാദർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആ സമയത്ത് ഞാൻ ഇൻഷുറൻസിൽ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. വിവാഹം കഴിച്ചു. ഞാൻ കർത്താവിനെ അറിയുന്ന സമയത്ത് വിവാഹം കഴിച്ചു. അതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളരുമ്പോൾ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ കർത്താവിനെ അറിയുന്നത്. വിവാഹമൊക്കെ ഹൈന്ദവ രീതിയിലായിരുന്നു, ഹിന്ദു രീതിയിൽ ആയിരുന്നു വിവാഹം. വൈഫൊന്നും രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല, ഹൈന്ദവരായിട്ട് തന്നെ ഞങ്ങൾ ജീവിച്ചു. പക്ഷെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ യേശു ക്രിസ്തുവിനെ അറിയാനിടയാകുന്നത്. അപ്പോൾ അച്ഛൻ രാഷ്ട്രീയക്കാരനാണ്, എല്ലാവർക്കും അറിയാം ഒക്കെയാണ്. അച്ഛൻ ഇപ്പോൾ ഇല്ല, അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. എൻ്റെ ഇളയ സഹോദരി ഇപ്പോഴും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എനിവേ, ആ സമയത്ത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇത്തിരി RSS സ്പിരിറ്റൊക്കെ എനിക്കുണ്ട്. RSSന്റെ വർക്ക് ഉണ്ടായിരുന്നു, അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ സായിബാബ ഡിവോട്ടിയായിരുന്നു, സായിബാബ ഭക്തനായിരുന്നു. സായിബാബ എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്ധ്രയിലുള്ള പുട്ടപർത്തിയിലുള്ള സായിബാബ, അവിടെ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, 7 പ്രാവശ്യത്തോളം പോയിട്ടുണ്ട്. അവിടുത്തെ സേവാദൾ വാളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ പേര് തന്നെ സായി എന്നായിരുന്നു.
സായി ബാബയുടെ സായി. അപ്പം സോ കണക്റ്റഡ് ദ നെയിം. മാത്രമല്ല എൻ്റെ മകൻ്റെ പേരും സായി എന്നായിരുന്നു, SAI, സായി. പക്ഷേ ഇപ്പോൾ എൻ്റെ മകൻ്റെ പേര് സാം എന്നാണ്. അത് ഞാൻ പറയാം സാഹചര്യം. സായി, എൻ്റെ ഐ തുറന്നപ്പോഴത്തേക്കും സായിയുടെ ഐ അങ്ങ് വെട്ടി, മോൻ്റെ ഐ അങ്ങ് വെട്ടിയിട്ട് M ആക്കി. ഓക്കെ, അത് സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ നേരത്തെ എൻ്റെ അടുത്തുള്ള ടീച്ചറാണ്. അപ്പം സാറ് ചോദിച്ചു, ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഇതെന്തേ പേര് സായി ആണാ പെണ്ണാ, ഇതെന്താ ഇപ്പോൾ വല്ല നല്ല പേര് വല്ല ഇട്ട റെക്കോർഡൊക്കെ വരും, നീ ഇതെന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴും പേര് മാറ്റാം. അങ്ങനെയാണ് സായി എന്നുള്ള പേര് തിരുത്തിയില്ല, ആപ്ലിക്കേഷനിൽ തന്നെ കൊടുത്തതിൻ്റെ ഐൻ്റെ കൂടെ M കൂടെ ആക്കി അങ്ങ് കൊടുത്തു. അങ്ങനെയാണ് മോൻ്റെ പേര് സാമായിരുന്നു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ RSS സ്പിരിറ്റും ഈ സായിബാബ ഭക്തനുമായിട്ടൊക്കെ ജീവിച്ചു വരുന്ന ആ സമയത്ത് എൻ്റെ വൈഫിൻ്റെ സഹോദരൻ, ഞങ്ങൾ ഈ അളി എന്നൊക്കെ പറയും, വൈഫിൻ്റെ സഹോദരൻ, അവൻ നേവിയിലായിരുന്നു, മിലിറ്ററി നേവിയിലായിരുന്നു, വിശാഖപട്ടണത്തായിരുന്നു ജോലി. എന്നെക്കാളും ഒരു 10-14 വയസ്സിന് ഇളയതാണ്. ഇവൻ നേവിയിൽ വെച്ചിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിന് കാരണം ഉണ്ടായിരുന്നു. നേവി പോയതിനു ശേഷം, ഞങ്ങൾ അറിയുന്നില്ല, നമ്മളെ അളിയനാണ്, പക്ഷെ പുള്ളി ആരോടും പറയാതെ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പക്ഷെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. 1 മിനിറ്റ് ഞാൻ ചുരുക്കി പറയാം. അദ്ദേഹം ഈ നേവിയിൽ വെച്ച് ഭയങ്കര വയറ്റ് വേദന ഉണ്ടാവും പുള്ളിക്ക്. വയറ്റ് വേദന എന്ന് പറഞ്ഞാൽ പുള്ളി സെയിലിംഗ് ഷിപ്പ് പോലെ നേവി ട്രെയിനിലെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ജോലിയായി. അങ്ങനെ പല മാസങ്ങളൊക്കെ ചിലപ്പം കടലിൽ കിടക്കേണ്ടി വരും അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര കടൽ ചുരുക്കം പോലെ അങ്ങ് ഉള്ളിലോട്ട് പോകുമ്പോൾ കുടൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവും. അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം പുള്ളി ഭയങ്കര സിവിയർ പെയിൻ വന്നിട്ട് പുള്ളി കടലിൽ ചാടാം എന്ന് കരുതി കടലിൽ അതിന്റെ മുകളിലത്തെ തട്ടി കയറി ചാടാനായിട്ട് ഒരുങ്ങിയപ്പം ചാടാനായിട്ട് ഒരുങ്ങുന്ന ഭാഗത്ത് നിന്ന് ഒരു പ്രകാശം പോലെ ഇങ്ങനെ പൊങ്ങി വന്നു. ആ പ്രകാശം പുള്ളിയുടെ വയറ്റിലോട്ട് വന്ന് അടിക്കുന്നതായിട്ട് തോന്നി. അപ്പോഴും പുള്ളിക്ക് ആ സമയം ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ വയറ്റുവേദന മാറി. യേശുവിന്റെ രൂപമൊന്നും കണ്ടില്ല, യേശുവിന്റെ രൂപമാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്, പക്ഷെ ഒരു പ്രകാശം മാത്രം ഇങ്ങനെ വന്നു. അന്ന് പുള്ളിക്ക് ഹീലിംഗ് ആയി. അതിനുശേഷം പുള്ളിക്ക് ആ സമയത്ത് പുള്ളി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ഒരു രോഗശാന്തി വരവും കൂടെ പുള്ളിക്ക് കിട്ടി. പുള്ളി മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി കിട്ടുന്ന ഒരു അനുഭവം കിട്ടി. ഈ പുള്ളിക്കാരനാണ് എന്നെക്കാളും 14 വയസ്സിന് എൻ്റെ അളിയൻ എന്നെ ബഹുമാനിക്കുകയും അളിയാന്നൊക്കെ വിളിച്ച് വളരെ ദൂരെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആണ്. എനിക്ക് ഈ സമയത്ത് ജോലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ സ്വന്തമായിട്ട് വീട്, സ്വന്തമായിട്ട് കാറ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം സാമ്പത്തികമുണ്ട്. ഫാദർ രാഷ്ട്രീയമായിട്ടൊക്കെ അവിടെ അറിയപ്പെടുന്ന ആള്. അപ്പോൾ ആ സമയത്ത് ഈ അളിയൻ എന്നെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു ദിവസം ഈ 3 മാസത്തിലൊരിക്കൽ അവർക്ക് നേവി ലീവ് കിട്ടും. ലീവിന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, അളിയന്റെ ദൈവമൊന്നും അല്ല ദൈവം, ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഏതാണ് ഇതിന്റെ ജീവനുള്ള ദൈവം എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത്, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ സായിബാബയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്, പിന്നെയും ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഹിന്ദുക്കളാകുമ്പോൾ ഇഷ്ടംപോലെ ദൈവത്തിനൊന്നും കുഴപ്പമില്ലല്ലോ. ഞാൻ ഹിന്ദുക്കളെ കളിയാക്കുകയല്ല, കാരണം നമ്മൾ ഇതിപ്പോ ഏകസത്യ ദൈവമാണ്, പക്ഷെ നമുക്കന്ന് അങ്ങനെ അല്ലല്ലോ, ബഹുദൈവ വിശ്വാസത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാണ്ട് നോക്കിയാണ് നീ. അപ്പം പറഞ്ഞ ഞാൻ ചോദിച്ചു, ആരാണ് നിന്റെ ജീവനുള്ള ദൈവം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, കർത്താവ് യേശു. ഞാൻ പറഞ്ഞു, യേശു. ആ ഷൂ എന്നുള്ള വാക്ക് ഞാനത് പരിഹാസമായിട്ട്, നിന്റെ ഷൂ തോണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. തുറപ്പയുടെ ചൂലിന്റെ തുമ്പ് പോലുള്ള ഒരു സാന്നിധ്യം ഞാൻ അതിന് കൊടുത്തുള്ളൂ, കാരണം ഒരു അശുവായിട്ടുള്ളൊരു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞാണ്, നീ പറഞ്ഞ ആളിന്റെ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, കർത്താവായ യേശുവാണ് ജീവനുള്ള ദൈവം. ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. അപ്പം പുള്ളി നല്ല തീവ്രതയിലാണ്. അന്നൊക്കെ എന്നെ വളരെ ബഹുമാനത്തോടെ ദൂരെ അയക്കുന്ന ആൾ ഇത്തിരി അധികാരത്തോടെ പറയുന്നത്, അളിയന്റെ ദൈവമൊന്നും അല്ല, ജീവനുള്ള ദൈവമുണ്ട്, അത് കർത്താവായ യേശുവാണ്, യേശുവിനെ അറിയണം എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒരു പുതിയ നിയമം പുസ്തകം, ചുമന്ന ബൈൻഡുള്ള ഒരു പുതിയ നിയമം പുസ്തകം, ബൈബിള് മൊത്തമല്ല, പുതിയ പുസ്തകം, പിന്നെ ഒരു കാസറ്റ്. അന്നത്തെ 27 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഒരു ഇതുപോലെ നമ്മളെ ലാപ്ടോപ്പോ ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ല. പഴയ ഒരു TV-യിൽ നമ്മളെ VCR ഒക്കെ ഇട്ട് VCP ഒക്കെ ഇട്ടിട്ട് കാണുന്ന സമയമാണ്. അപ്പോൾ അതിലൊരു മഷിക പുരാണം എന്നൊരു കാസറ്റ്. അപ്പൊ ജീസസ് എന്നുള്ള സിനിമയൊക്കെ വളരെ മുമ്പുള്ള മഷിക പുരാണം, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതായിട്ടൊക്കെ ഉള്ള 1.5 മണിക്കൂറുള്ളൊരു CD എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കാണും, ഇത് സിനിമയാണ്, ഇത് കാണണം, പിന്നെ ഈ പുസ്തകം വായിക്കണം. ഞാൻ ഇത് വാങ്ങിച്ച് മേശയ്ക്കകത്ത് വെച്ചു. അപ്പൊ ഞാൻ എൻ്റെ ധാരണ, ഇതിലെ സിനിമയല്ലേ, പ്രേം നസീറും സത്യനൊക്കെ പണ്ട് അഭിനയിക്കുന്ന ഒരാള് സാടിയൊക്കെ വെച്ച് ഇങ്ങനെ യേശുവായിട്ട് അഭിനയിക്കില്ല പൈസയ്ക്ക് വേണ്ടി. അപ്പോൾ ഒന്ന് കണ്ട് കളയാം എന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെ ഞാനിത് വാങ്ങിച്ചു വെച്ചെങ്കിലും എനിക്കൊന്ന് എറണാകുളത്ത് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ
ഒരു ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ വന്നിരുന്ന് രാത്രി പത്രവും വായിക്കുന്നു. 10 മണിയൊക്കെ ആവും. പത്രം വായിക്കുന്നുണ്ട്. വൈഫ് കിടന്നുറങ്ങി. ഈ ക്രിസ്ത്യാനികളുടെ സിനിമയായതുകൊണ്ട് വൈഫ് ഒന്നും കാണണ്ട എന്നുള്ള ഇത് വെച്ചുകൊണ്ടാണ് അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ രാത്രി ഇങ്ങനെ ഈ VCPയിലിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുവായിട്ട് പത്രവും വായിക്കുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ യേശുവിനെ ക്രൂശിക്കുന്ന രംഗം വന്നു. യേശുവിനെ ക്രൂശിക്കുന്ന ഭാഗം വന്നപ്പോൾ ഞാൻ പത്രം മടക്കി വെച്ചു. എൻ്റെ ഫുൾ ശ്രദ്ധ ആ TV-ലോട്ടായിരുന്നു. അപ്പം ഒരു സിനിമാ നടനാണെങ്കിൽ കിടന്ന് പിടയ്ക്കും, വിളിക്കും, നിലവിളിക്കും. ഒരു മനുഷ്യന്റെ പുറത്ത് ആണിയടിച്ചാൽ ഭയങ്കര വേദനയില്ല. ഇത് അങ്ങനെയൊന്നുമല്ല, സംതിങ് ഡിഫറെന്റ്. അപ്പം ഇത് സിനിമയല്ല, വെറും ഒരു അഭിനയിക്കുന്ന ഒരാളിന്റെ ഇതല്ല, എന്തോ വ്യത്യാസമാണ്. ഞാൻ വളരെ ആകാംക്ഷയായിട്ട് പത്രമൊക്കെ മടക്കി വെച്ച് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വലത് കയ്യിൽ ആണിയടിച്ചു, ഇടത് കയ്യിൽ ആണിയടിച്ചു, കാലിൽ ആണിയടിച്ചു. പിന്നെ ഈ കഴുത്തിന് മാത്രം ഒരു ബാലൻസ് ഉണ്ട്. ആ സമയത്ത് മേലോട്ട് നോക്കിയിട്ട്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഒരു സിനിമയുടെ നായകനിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് വരത്തില്ല. അപ്പോഴേ ആ രക്തം, ആ ആണിയടിക്കുമ്പോൾ രക്തം താഴേക്ക് ഒലിച്ചിറങ്ങി വരുന്നു. താഴേക്ക് രക്തം ഒലിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് പറയുകയാണ്, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല, എൻ്റെയും കൂടി ദൈവമാണെന്ന് ഞാൻ മനസ്സുകൊണ്ടങ്ങ് സമ്മതിച്ചു. അവിടെ ആരുമില്ല, വൈഫ് കിടന്നുറങ്ങുന്നു, ഞാനുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് രാത്രി ഇരിക്കുകയാണ്. 10 മണി സമയമാവും. ഇത് ക്രിസ്ത്യാനിയുടെ ദൈവം മാത്രമല്ല, എൻ്റെയും കൂടി ദൈവം. അതിന് മുമ്പാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല, സായിബാബയാണ് എൻ്റെ ദൈവം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇതങ്ങ് തീർന്നു, സിനിമ തീർന്നു. ഞാൻ ഈ പുസ്തകം എടുത്തു ആദ്യമായിട്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചിന്ത എൻ്റെ അന്നത്തെ SBI ബാങ്കിന്റെ പാസ്ബുക്കൊക്കെ എൻ്റെ കവറൊക്കെ കീറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നല്ല ചുമന്ന ബൈൻഡൊക്കെ ആണ്, ഇതിനെ എടുത്ത് കവറായിട്ട് ഇടാന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നത് ആദ്യം, ഈ പുതിയ നിയമം അവരുടെ പറഞ്ഞില്ലെങ്കിലും. പക്ഷെ ഞാൻ ഈ പുസ്തകം കയ്യിലെടുത്തു. വളരെ ഭയഭക്തിയോടെ ഈ പുസ്തകം തുറക്കുകയാണ്. അന്ന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ കല്യാണം അല്ലെങ്കിൽ ജോലി, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പഴയ ഭഗവത്ഗീത അല്ലെങ്കിൽ രാമായണമൊക്കെ പോലൊക്കെ പുസ്തകങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കണ്ണിറുക്കി അടച്ചിട്ട് തുറക്കുമ്പോൾ കിട്ടുന്ന സെന്റൻസ് അല്ലേ, നമ്മൾ പറയും കറക്കി കുത്തെന്ന് പറയും. അങ്ങനെ കിട്ടുന്ന സെന്റൻസ് അത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊരു ഫോഷ്കാണ് എങ്കിലും അതെനിക്ക് എൻ്റെ ചിന്ത, എൻ്റെ പഴയ അനുഭവം ആയതുകൊണ്ട് ഞാൻ ഈ പുസ്തകം എടുത്തു. പുതിയ നിയമം, ബൈബിളല്ല, പുതിയ നിയമം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ 2 കണ്ണുഞ്ഞ് ഇപ്പുറത്ത് വന്നെന്ന് തോന്നുന്നു. കാരണം ഈ 1.5 മണിക്കൂർ ഈ കാസറ്റ് കണ്ടതിന്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവനുള്ള ദൈവം, പൈസ കൊടുത്ത് വണ്ടിക്കൂലി കൊടുത്ത് കാന്തറയിൽ പോയി കാണുന്ന ദൈവത്തെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ച്, ഹൃദയത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഈ പുസ്തകം എടുത്തിട്ട് പറയുകയാണ്. അപ്പൊ ഇത് ബൈബിളെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല, വചനമൊന്നും എന്നുള്ളതെന്ന് അറിയാം. എന്നോട് അധികം സുവിശേഷമൊന്നും പുള്ളി പറഞ്ഞില്ല. യേശുവിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് കാസറ്റും പുസ്തകം തന്നിട്ട് പോവുകയാണ് പുള്ളി. അപ്പോൾ ഞാൻ ഇങ്ങനെ പുസ്തകം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ യേശുവേ, ഞാനിപ്പോൾ ഈ പുസ്തകം തുറക്കും. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളൊന്നും അറിയത്തില്ല, ഈ പുസ്തകം തുറക്കും. കിട്ടുന്ന സെന്റൻസ് എന്തോ ഞാനത് വിശ്വസിക്കാം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം തുറന്നു. പുസ്തകം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ സുവിശേഷം 14:6. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവൻ. എന്നെ ആകർഷിച്ച വാക്ക് സത്യം. സത്യസായി ബാബയുടെ ആളായ നീ വാടാ മോനെ, ഞാനാണ് സത്യം. ഐ ആം ദ ലൈഫ്, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ വേ. അപ്പോൾ അത് യേശുവാണ് സത്യം എന്നുള്ള ആ വചനമാണ് എന്നെ ശരിക്കും 100% ഇതിലേക്ക് ആകർഷിച്ചത്. ആ കാസറ്റ് കണ്ട് രക്തം ഒലിച്ചു വന്നപ്പോൾ ഇത് എൻ്റെയും കൂടി ദൈവമാണെന്ന് മനസ്സുകൊണ്ട് ഒരു 30% താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഈ വചനം എനിക്ക് ഒരു 60%, 30 കൂടെ ചേർത്ത് 60% ഇൻട്രസ്റ്റ്, താല്പര്യം ഉണ്ടായി. 100% എന്ന് പറയാക്കത്തില്ല, ഒരു താല്പര്യം. അപ്പോഴും കുറെ കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. കാരണം ഇത് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നവരാണെന്നും പിന്നെ അമേരിക്കയിൽ നിന്ന് പൈസ കിട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് വരവ് മതമാണെന്നൊക്കെയുള്ള ധാരണയിൽ നമ്മൾ ഈ പാവം സഹോദരന്മാരെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന RSS. പക്ഷേ ഇത് സ്നേഹത്തിന്റെ മാർഗമാണെന്നും ഇത് തമ്മിൽ കൊല്ലുന്നതല്ലെന്നും ഒരു ചെള്ളയ്ക്ക് അടിച്ചാൽ മറുചെള്ള കാണിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു വെക്കുന്ന ഇത്രയും സ്നേഹവാനായ ഏറ്റവും വലിയ സഖാവ് യേശു ക്രിസ്തുവാണെന്ന് ഇവരെയൊക്കെ അറിയാതെ എപ്പോഴും ഇവരെ അന്ധബുദ്ധികളാക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പൊ നമ്മളിതിൻ്റെയൊക്കെ അടിയിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആഴം അറിയാം അല്ലേ. പല്ലുവേദന ഉള്ളവനല്ലേ പല്ലുവേദനയുടെ വേദന അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചു, ഇത് സംശയം എനിക്കുണ്ടെങ്കിൽ ഒരു 60% താല്പര്യം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഞാൻ പണ്ട് BA നിലമേ കോളേജിലൊക്കെ പഠിച്ച ഇതുണ്ടല്ലോ, ഓട്ടോഗ്രാഫ് എന്ന് പറയും. അപ്പോൾ സ്നേഹിതന്മാർ 2 പേരും ഞങ്ങളെ കോളേജിൽ ക്രിസ്ത്യൻസ് ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അവരുടെ നമ്പരൊക്കെ എടുക്കാൻ അന്നത് ലാൻഡ് ഫോണൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരുത്തനെ മാത്രമേ ലാൻഡ് ഫോൺ ഉള്ളൂ, മറ്റേ അഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തപ്പി എടുത്ത് നോക്കിയപ്പോൾ 2 പേരുടെ അഡ്രസ്സ് ഇല്ല. അപ്പോൾ ഞാൻ അമ്മമാരെ വിളിച്ചു, അവരൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല, വർഷങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കിടന്നുറങ്ങിയിട്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ ഭാരം പോയ പോലെ ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആകത്തുണ്ട്, സന്തോഷമുണ്ട്. വൈഫ് ഉറങ്ങുകയാണ്, ഞാനും ഉറങ്ങി. പിറ്റേന്ന് എനിക്ക് എൻ്റെ ജോലിയുടെ ഇതുമായിട്ട് ട്രിവാൻഡ്രത്തേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ട്രിവാൻഡ്രത്തും സിറ്റിയിലേക്ക് 50 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. പള്ളിക്കൽ, കല്ലമ്പലം, ആറ്റിങ്ങലൊക്കെ നേരെ പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വരണം. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയുടെ ഒരു ചേഞ്ച്, ഞങ്ങളുടെ ഓഫീസ്, ഞാൻ എറണാകുളത്തായിരുന്നു ഓഫീസിൽ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് ഓഫീസായി. അപ്പോൾ ട്രിവാൻഡ്രം ഓഫീസിലേക്ക് എനിക്ക് മാറ്റാൻ വേണ്ടി അതിൻ്റെ ചില പേപ്പറുകളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞാൻ ഒരു സ്കൂട്ടറിൽ, അന്നത്തെ കാലത്ത് പഴയ ലാംബിയ സ്കൂട്ടറുള്ള അന്നത്തെ കാലത്ത് രാജാവാണ്, പണ്ടത്തെ കാലത്ത്. അങ്ങനെ ലാംബിയ സ്കൂട്ടറിൽ ഞാൻ ഇങ്ങനെ വരിക. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, ഈ ഏതെങ്കിലും ക്രിസ്തീയ പള്ളി, കത്തോലിക്ക പള്ളി, ഈ പെന്തക്കോസ് എന്നൊന്നും എനിക്കറിയത്തില്ല, പെന്തക്കോസ്ന്നോ CSC എന്നോ മർത്തോമയെന്നോ ഇങ്ങനെ പല വിഭാഗം ഉണ്ടെന്ന് അറിയത്തില്ല. ക്രിസ്ത്യൻസ് എല്ലാം ഒരു ജാതി, മുസ്ലിംസ് ഒരു ജാതി, ഹിന്ദുക്കളിൽ പല പല ജാതികളുണ്ട്, അതറിയാം. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ സഭ പറഞ്ഞുള്ള വ്യത്യാസം വിഭാഗം ഉണ്ടെന്നും ജാതി ഉണ്ടെന്നും അറിയത്തില്ല. അന്ന് അറിയത്തില്ല, ഇപ്പോഴല്ലേ അറിയത്തുള്ളൂ. ശരിക്കും അറിയാം. ഓക്കെ. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ വരുമ്പോൾ, സ്കൂട്ടറിൽ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ചിന്ത, ഏതെങ്കിലും ഒരു ക്രിസ്തീയ പള്ളി കാണുമ്പോൾ അതിനകത്ത് കയറിയിട്ട് ഒരു അച്ഛൻ കാണുമല്ലോ, അച്ഛൻ, പാസ്റ്റർമാരെന്നുള്ള അറിവൊന്നുമില്ല. അപ്പോൾ ഈ അച്ഛനോട് ചോദിക്കണം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പുസ്തകമുണ്ടോ, അത് ലിറ്ററേച്ചർ വായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ എൻ്റെ അളിയൻ എനിക്ക് തന്നേക്കുന്ന പുസ്തകത്തിനകത്ത് യേശുവിനെ കുറിച്ച് ഉണ്ടെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ് ഒക്കെ അത് എഴുതിയേക്കുന്ന, അതൊക്കെ ഇങ്ങനെ യേശുവിനെ കുറിച്ചുള്ളതാണെന്ന് അറിയത്തില്ല. പയ്യൻ വായിക്കുന്നു. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള വലിയ പുസ്തകങ്ങൾ, ജീവചരിത്രം അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കണം എന്ന ചിന്തയുമായിട്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. പക്ഷേ ട്രിവാൻഡ്രത്ത് എത്താറായപ്പോൾ പട്ടം പ്ലാമൂട് എന്ന് പറയും. പട്ടം പ്ലാമൂട് AG ചർച്ചുണ്ട്, അവിടെ ഒൻപയാണ് ഇപ്പോഴും. അവിടെ ചർച്ച് വലിയ ചർച്ചാണ്. ആ പ്ലാമൂട് ചർച്ചിന്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടർ അപ്പോൾ നോക്കിയപ്പോൾ മതിൽ എഴുതി വെച്ചേക്കുന്നു, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അപ്പം വചനം എഴുതി വെച്ചേക്കുന്നത്, അത് കണ്ടാൽ ഒരു പള്ളിയാണെന്ന് തോന്നത്തുമില്ല. പക്ഷേ ആ വചനമൊക്കെ എഴുതി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിസ്ത്യാനികളുടെ പള്ളിയാണ്. കാരണം അടിയിലാണ് അതിൻ്റെ, അടിയിൽ മുകളിലുമായിട്ടാണ് കാണുന്നത്. പക്ഷേ ചർച്ച് ശരിക്കും പറഞ്ഞാൽ അകത്ത് കയറിയാലേ കാണാൻ പറ്റുള്ളൂ, റോഡ് വയ്ക്കുമ്പോൾ ചെറിയൊരിതായിട്ടേ കാണത്തുള്ളൂ. അങ്ങനെ എൻ്റെ സ്കൂട്ടർ ഈ നമ്മുടെ AG ചർച്ചിന്റെ ഗേറ്റിനകത്തോട്ടം കയറ്റി. ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിലായെന്ന് പറഞ്ഞതുപോലെ, അന്ന് അതൊരു കത്തോലിക്ക ചർച്ചാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കത്തോലിക്ക ചർച്ചിലായിട്ട് കയറി, ചിലപ്പോൾ കത്തോലിക്ക, ചിലപ്പോൾ അച്ഛനായാലും അങ്ങനെയൊക്കെ പോകുമായിരുന്നായിരിക്കും. പക്ഷേ അതൊരു പെന്തക്കോസ് അനുഭവത്തിലുള്ള ചർച്ചായിരുന്നു AG ചർച്ച്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ, മാത്യു പാസ്റ്റർ എന്നൊരു ദിവസം അവിടെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ദിവസമാണ്, ആരുമില്ല. 450 വിശ്വാസികളുള്ള വലിയ ചർച്ചാണ്. പക്ഷെ അത് തിങ്കളാഴ്ച ദിവസമാണ്, അദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു. പരിചയപ്പെട്ടു, ഒരു 20 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഈ സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് അന്ന് കടമൊക്കെ ഉണ്ട്, കുറച്ച് കടം ഒക്കെ, അച്ഛനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയതുകൊണ്ടും അല്ലെങ്കിൽ വീടിൻ്റെ സഹോദരിയൊക്കെ അയച്ച കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് 4,80,000 രൂപ കടമുണ്ട്. 4,80,000 എന്ന് പറയുമ്പോൾ 26-27 വർഷത്തിന് മുമ്പുള്ള കടം. ഇത്തിരി എമൗണ്ട്, ഇന്നത്തെ 4 ലക്ഷം അല്ലാതെ എമൗണ്ട് കൂടുതലാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ ദേവാസനോട് പറഞ്ഞു, ഇങ്ങനെ ഇന്നലെ കാസറ്റ് കണ്ട് എനിക്ക് യേശുവിനെ കുറിച്ച് അറിയണം, പുസ്തകങ്ങളൊക്കെ. അപ്പം പുള്ളി പറഞ്ഞു, ബൈബിളുണ്ട്, ബൈബിള് തരാം, ബൈബിൾ തന്നില്ല, ബൈബിൾ തരാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി 20 മിനിറ്റ് സംസാരിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞു. എനിക്ക് ഞങ്ങളുടെ ഓഫീസ് 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളി സ്റ്റൈലിൽ അങ്ങനെ, ഞാൻ അപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം മുട്ടൊക്കെ മടക്കി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം പുള്ളി മുട്ടുമടക്കിയപ്പോൾ ഞാനും മുട്ടുമടക്കി. നമുക്കങ്ങനെ മുട്ടുമടക്കിയുള്ള ശീലം ഇല്ലായിരുന്നല്ലോ, കാരണം അങ്ങനെ പ്രാർത്ഥിക്കാറില്ലല്ലോ അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ഞാനും മുട്ടുമടക്കി ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ദേവദാസൻ ഒരു 2 മിനിറ്റ് എടുത്ത് കാണും. ആ പ്രാർത്ഥനയുടെ അവസാനം അദ്ദേഹം പറയുകയാണ്, ഈ സഹോദരനെ പരിചയപ്പെട്ടതിനായിട്ട് സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ സഹോദരന്റെ കടഭാരം മാറിയതിനായി സ്തോത്രം. ഇപ്പൊ ഞാൻ കണ്ണു തുറന്നു നോക്കി, ഇങ്ങനെയൊക്കെ വല്ല കുഴപ്പമുണ്ടോ? കാരണം എൻ്റെ അന്നൊരു ഫിയറ്റുകാരൻ എനിക്കുണ്ട്. ഫിയറ്റുകാരൻ്റെ ബുക്ക് ഇവിടെ കരക്കൂട്ടത്ത് ഒരാൾക്ക് ആ ബുക്ക് വെച്ചിട്ട്, RC ബുക്ക് വെച്ചിട്ട് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെക്ക് ലീഫ് കൊടുത്തിട്ട് വേറെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈസ പലരിൽ നിന്നാണ് വാങ്ങി തന്നേക്കുന്നത്, എനിക്കറിയാവുന്നവരാണ്. അപ്പോൾ ഞാൻ ഇത്രയും കടത്തിലാണ്, 5 ലക്ഷത്തിനകത്ത് കടം എനിക്കുള്ളപ്പോൾ ഈ ദിവാസം പറയുന്നു, ഇദ്ദേഹത്തിന്റെ കടഭാരം മാറിയതിനായി സ്തോത്രം. ഞാൻ പിന്നെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴെന്റെ മനസ്സിൽ പറയുകയാണ്, ഈ എൻ്റെ കടഭാരം മാറാൻ ഇത്രയും താല്പര്യം ഈ ദൈവദാസന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തോന്നിയെങ്കിൽ ഈ ദൈവം എത്രമാത്രം താല്പര്യം കാണും. ഈ ദൈവദാസന് ഇത്രയും താല്പര്യം ഉണ്ടെങ്കിൽ
ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് അല്ലെ ഹൗ മച്ച് ഇൻട്രസ്റ്റ്, അവൻ എത്രമാത്രം താല്പര്യം എന്നോട് കാണും. അപ്പൊ എന്നെ ഈ ക്രിസ്തീയ ഗോളത്തിൽ ഉറപ്പിച്ച ചില ഭാഗങ്ങളാണ്. ആ കാസറ്റ് കണ്ടപ്പോൾ രക്തമൊലിച്ചിറങ്ങി വന്നപ്പോൾ എന്റെയും കൂടി ദൈവമാണെന്ന് പറയാനും, പുസ്തകം എടുത്തപ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവിക്കുന്ന ആ വചനം എന്നെ ഉറപ്പിച്ചു. ഈ ദൈവദാസന്റെ പ്രാർത്ഥന. അപ്പോൾ ഞാൻ ഇപ്പൊ ഞാൻ പാസ്റ്ററായിട്ട് 22 വർഷത്തോളമായി പാസ്റ്ററായിട്ട്, സ്വന്തമായിട്ട് സഭയായിട്ട് തന്നെ 19 വർഷം. ഞാൻ എത്രയോ പേർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരു പ്രാർത്ഥനയുടെ വില ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഞാൻ നമ്മളോട് പറയട്ടെ, സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ നീറുന്ന വിഷയങ്ങളുമായിട്ട് മുസ്ലിം ഹിന്ദു സഹോദരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന അവർക്ക് ജീവജലമാണ്. അവരുടെ വിഷയത്തിന് ഭയങ്കര പരിഹാരമാണ്. ദൈവാത്മാവ് ഇടപെടുകയും ചെയ്യും. ഈ ദൈവദാസൻ ഈ പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ് എന്നെ കുറച്ചും കൂടെ, എൻ്റെ 40% സംശയമൊക്കെ മാറി 100% ആക്കി ഒറ്റ പ്രാർത്ഥനയാണ് അദ്ദേഹം ആ പ്രാർത്ഥന. അപ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി മറ്റുള്ളവർ മധ്യസ്ഥയാണ്. അപ്പൊ എൻ്റെ ഭാര്യ പോലും എൻ്റെ കടഭാരം മാറണമെന്ന് ഉറക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. മനസ്സിൽ കാണുമായിരിക്കും. പക്ഷെ ഈ ദൈവദാസനെ പരിചയപ്പെട്ട ഉടനെ ഇതാണ് ക്രിസ്തീയ ഗോളത്തിലുള്ള ചില സ്നേഹത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞത്. അപ്പൊ യേശു കാണിച്ചു കൊടുത്ത വഴി, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യോബ് പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസമായി. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ അവസ്ഥ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ ആകരുത്. പ്രതിഫലേച്ഛയില്ലാതെ ആ നീറുന്ന വിഷയങ്ങളുമായിട്ട് വരുന്നവർക്ക് നമ്മള് പ്രാർത്ഥന ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പോൾ ആ ദിവസം പറയുകയാണ്, ഇവിടെ സഭയാണ്, ഇവിടെ ഞാൻ ഉപവാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ഓഫീസ് അതിന്റെ 4 കിലോമീറ്ററിനകത്ത് അടുത്താണ്, 4 കിലോമീറ്റർ ഇല്ല, നടന്നു പോകണ ദൂരേ ഉള്ളൂ. അപ്പൊ എനിക്ക് സൗകര്യമായി. ഞാൻ അവിടുത്തെ ട്രാൻസ്ഫർ, എനിക്ക് ജോലി അങ്ങോട്ടായി. പിന്നെ അവിടെ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന് ഞങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ഒപ്പിട്ടിട്ട് ഏജൻസിന്റെ കൂടെയൊക്കെ വർക്കിന് പോകണം ഫീൽഡിലൊക്കെ. അപ്പം ഫീൽഡിൽ പോണതൊക്കെ 3 ദിവസം ഉപവാസം, 7 ദിവസം ഉപവാസം, കൺവെൻഷൻ. ട്രിവാൻഡ്രം സിറ്റിയിൽ ഇഷ്ടം പോലെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നല്ല പാല് കുടിച്ച് വളരാൻ ദൈവം എനിക്ക് സഹായിച്ചു. കാരണം വചനം എന്ന പാല് കുടിച്ച് നല്ല നല്ല ദൈവദാസന്മാരുടെ മീറ്റിങ്ങുകളൊക്കെ കേൾപ്പാൻ, അടിസ്ഥാനം നല്ല ബലത്തിൽ കിട്ടുവാൻ ദൈവം സഹായിച്ചു. അതൊരു ഭാഗ്യം തന്നെയാണ്. ആ സഭയിൽ തന്നെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സ്നാനപ്പെടാം. ഞാൻ സ്നാനപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞു 3 മാസം സാറേ പാസ്റ്റർ ചെയ്ത് 3 മാസം പറ്റുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് 3 മാസമേ ഉള്ളൂ, അത് കുറച്ചും കൂടെ കഴിയട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്നാനപ്പെടണം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പാസ്റ്റർ ഇപ്പോഴും ഉണ്ട്, പാസ്റ്റർ ഞാനുമായിട്ടും വളരെ സൗഹൃദത്തിലാണ്. അപ്പോൾ അന്നൊരു എസ്ഐ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ സ്നാനപ്പെടാനായിട്ട്. എന്തായാലും ദേവദാസൻ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 7 ദിവസത്തെ ഉപവാസത്തോടെ. അപ്പൊ ഞാൻ ഈ 50 കിലോമീറ്റർ അങ്ങോട്ട് പോകണം, 50 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം സ്കൂട്ടറിൽ. 100 കിലോമീറ്റർ വീട്ടിൽ നിന്ന് രാവിലെ ആഹാരം കഴിക്കാതെ, 7 ദിവസം ആഹാരം കഴിക്കാതെ രാവിലെ ചായ കുടിക്കും, വെള്ളം കുടിക്കും. അങ്ങനെ അന്നത്തെ ആ തീവ്രത, അത്രയും തീവ്രത എപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സംശയമായിരിക്കും. കാരണം സംശയമല്ല, അത്രയും തീവ്രതയില്ല. ആണ് ആദ്യ സ്നേഹം. ആമേ. ആദ്യ സ്നേഹത്തിൽ തന്നെ ഈ 100 കിലോമീറ്ററോളം ഉപവാസം 7 ദിവസത്തെ എടുത്തുകൊണ്ട് ഞാൻ ഉപവാസം കഴിഞ്ഞു. അന്ന് ഉപവാസം കഴിഞ്ഞിട്ട് അവിടെ സ്ഥാനപ്പെട്ടു. അന്ന് എൻ്റെ കൂടെ ഒരു എസ്ഐ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിന്മാറിപ്പോയി എന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും കർത്താവ് അന്ന് സ്ഥാനപ്പെട്ട് തന്നെ ഇന്ന് അനേകം സ്ഥാനപ്പെടുത്താൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പ്രൈസലോ. നോർത്ത് ഇന്ത്യയിലും ബീഹാറിലും ഒറീസയിലും ഒക്കെ അനേകം സ്ഥാനപ്പെടുത്താൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്തോ ഈ ഇതുണ്ടല്ലോ, കക്കരിയൊക്കെ എടുത്ത ഭയങ്കര തണുപ്പുള്ള വെള്ളത്തിൽ, ഭയങ്കര തണുപ്പുള്ള വെള്ളത്തിൽ ബീഹാറിലും ഒറീസയിലൊക്കെ കർത്താവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ ദൈവം സഹായിച്ചു. പോട്ടെ, അതൊന്നും വിഷയമല്ല, ശുശ്രൂഷയുടെ ഭാഗം. അപ്പോൾ ഞാനിങ്ങനെ ഈ കർത്താവിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ മാത്രമേ, എൻ്റെ ഭാര്യയെ അറിയാം, വേറെ ആരും ബന്ധുക്കളെ അറിയിച്ചില്ല. അച്ഛനൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട്, അവരെയൊന്നും അറിയിച്ചിട്ടില്ല. അതിൽ ഞാൻ പ്രത്യേകം താമസിക്കുകയാണ്. എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്താണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ സഭയുണ്ട്, കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സഭയുണ്ടെന്ന് പിന്നെ ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ സഭയിലൊക്കെ ഞാൻ പോകും. ജോലിക്ക് ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. 8 മാസം വരെ കഴിഞ്ഞിട്ടാണ് എൻ്റെ വൈഫ് ഈ രക്ഷയിലേക്ക് വരുന്നത്. പക്ഷെ ഈ 8 മാസത്തിനകത്ത് ഒരിക്കൽ പോലും വൈഫിൻ്റെ അടുത്ത് നീ ക്രിസ്ത്യാനിയാകണമെന്നോ പെന്തക്കോസ്ത് അനുഭവത്തിലാകണമെന്നോ ചർച്ച വരണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കും, ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, എല്ലാവർക്കും അറിയാം. ഞാൻ ഇങ്ങനെ സായിബാബയൊക്കെ വിട്ടിട്ട് ഇപ്പൊ ക്രിസ്തുവിന്റെ ആളായിട്ട് നടക്കുകയാണെന്നൊക്കെ ഉള്ളത് അവിടെ കുറച്ച് പേർക്കൊക്കെ അറിയാം. കുറച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ള അടുത്ത റിലേറ്റീവ്സ്, പിന്നെ RSS ഫ്രണ്ട്സ് ആരും വരാതെയായി. അങ്ങനെ എന്നെ പണ്ട് സാറേ എന്ന് വിളിച്ച ആൾക്കാർ ആ സാറേ എന്നുള്ള വിളി മാറ്റി. പിന്നെ എടേന്ന് വിളിച്ച ആൾക്കാർ പ്രായത്തിന്റെ ഇത് വെച്ച് എടാന്നായി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ചില സമയത്ത് ചില ആൾക്കാർ അച്ചായോ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നീ ഇവൻ എന്തോ പാപം ചെയ്ത് ഇവന്റെ കാര്യം പോക്കാണ്, ഇവൻ രക്ഷപ്പെടത്തില്ല എന്നുള്ള രീതിയിലാണ് അച്ചായ കളിയാക്കി വിളിക്കുന്നതാണ്.
അത് അടുപ്പമുള്ളവർ. ഒരു ദിവസം ഞാനിങ്ങനെ 8 മാസം കഴിഞ്ഞു രക്ഷിക്കപ്പെട്ടു, ചർച്ചിലൊക്കെ പോയി 8 മാസത്തിന് ശേഷം സ്ഥാനപ്പെട്ടു. 8 മാസത്തിന് ശേഷം ഒരു ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് രാവിലെ ഞാൻ കിളുമാനൂർ എന്ന ഭാഗത്ത് പോകാനായിട്ട് വൈഫും എനിക്ക് രാവിലെ ചായ കൊണ്ടുവച്ചു. നമ്മൾ കാപ്പിയൊന്നും വേണ്ട, ചായ മതി, ഉപവാസം. അപ്പോൾ ചായ ഇട്ട് വെച്ചു, പഞ്ചസാര ഇടാതൊക്കെ കൊണ്ടുവച്ചു. ഞാൻ എടുത്ത് കുടിച്ചിട്ട് പറഞ്ഞു, അവന്ന് എൻ്റെ വൈഫും പറഞ്ഞു, അച്ഛാ ചായ കുടിക്കാനൊക്കെ പറഞ്ഞു. ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പോൾ വൈഫ് അങ്ങനെ പറയാറില്ല, പക്ഷെ ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് പറഞ്ഞു, ബഹുത്ത് അച്ഛ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചായ അവിടെ വെച്ചിട്ട് പോയി. കുടിച്ചിട്ട് ചായ ക്ലാസ് അവിടെ വെച്ചിട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ രാത്രി 8 മണിക്ക് വന്നപ്പോൾ വൈഫ് ഒന്ന് കരയുകയാണ്. കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് അപ്പച്ചി എൻ്റെ അച്ഛൻ്റെ സഹോദരി 2 പേരേ ഉള്ളൂ, അച്ഛനും ഒരു സഹോദരി. അവര് വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അവർ കരഞ്ഞാണ് വന്നത്. വന്നതിന്റെ കാരണം ഞാനാണ് മൂത്ത മകൻ. അച്ഛന് ഞങ്ങൾ 4 മക്കളുണ്ട്, മൂത്ത ആള് ഞാനാണ്. അപ്പൊ ഈ ഹിന്ദുക്കളിൽ അച്ഛൻ മരിക്കുമ്പോൾ മൂത്ത മകനാണ് ഈ അന്ത്യകർമ്മം ചെയ്യുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് സെറമണീസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഈ വായ്ക്കരി ഇടുക എന്ന ചടങ്ങുണ്ട്. വായിൽ ഇങ്ങനെ പോച്ച അരിയൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ മരിച്ചയാള് കഴിക്കത്തില്ല, എങ്കിലും അത് ഒരു ചടങ്ങുണ്ട്, അങ്ങനെ പരിപാടി അല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ തട്ടുദോശയോ അല്ലാതെ 5 രൂപയുടെ കപ്പലണ്ടിയിലോ വാങ്ങിച്ചു ഞാൻ തിന്നാം, മരിച്ചിട്ട് അതിന്റെ ആവശ്യമില്ലെന്ന് അച്ഛൻ തമാശക്കാരനാണ്, പറയാറുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ മൂത്ത മകനായ ഞാനിങ്ങനെ മതം മാറിപ്പോയല്ലോ, ഇനി എൻ്റെ സഹോദരൻ മരിക്കുമ്പോൾ ആര് അന്ത്യകർമ്മം ചെയ്യും എന്ന് വേദനിച്ചാണ് അച്ഛൻ്റെ സഹോദരി അപ്പച്ചി വീട്ടിൽ വരുന്നത്. പക്ഷെ വീട്ടിൽ വന്ന് എന്നെ രാവിലെ കളിയാക്കി വിട്ട ഭാര്യയുടെ അടുത്ത് അരപ്പാവിയും കൂടെ മുഴിപ്പാവി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോ ഭാര്യ ഇങ്ങനെ നീക്കുക. അപ്പോ ഈ അപ്പച്ചൻ എന്ന് പറയുകയാണ്, എങ്കിലും ഇപ്പോ അവന്റെ ദൈവം അവനെ വിളിച്ചല്ലോ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഇത് മനസ്സിലാവത്തില്ല, അതുപോലെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി. ഞാൻ 8 മണിക്ക് രാത്രി 8 മണിക്ക് സ്കൂട്ടറിൽ ഇങ്ങനെ വരും, ഗേറ്റൊക്കെ അടച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ഡൈനിങ് ടേബിളിന് അടുത്ത് വന്നപ്പോഴാണ് എൻ്റെ ഭാര്യ, ഞാൻ ഇന്നലെ വെള്ളം ഉടുപ്പാണ് ഇട്ടിരുന്നത്, ഇങ്ങനെ ചേർന്ന് നിന്ന് കരയാണ്. ഞാൻ അവളെ പിടിച്ച് മാറ്റി, എന്ത് പറ്റി, ഒക്കെ ഇടയ്ക്ക് തലവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്, തലവേദന വല്ലതും സംഭവിച്ചാണെന്ന് അറിയാനായിട്ട് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു തലവേദനയൊന്നും അല്ല, അപ്പച്ചി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും ഇപ്പൊ അവന്റെ ദൈവം അവനെ വിളിച്ചല്ലോ. ഞാൻ ചോദിച്ചു എങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് പറഞ്ഞത്, പണ്ട് എൻ്റെ അമ്മയെ 16 വയസ്സിൽ വിവാഹം കഴിച്ചയച്ചു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അമ്മയും അമ്മയുടെ ചേച്ചിയും കൂടി ചേർത്ത് 2 പേര് അന്ന് വീട്ടില് അപ്പൂപ്പൻ്റെ ഒക്കെ പ്രതാപകാലത്ത്, അതായത് അന്ന് ഈ ഓഡിറ്റോറിയം ഒന്നുമില്ല, വീട്ടിൽ തന്നെ പന്തലൊക്കെ ഇട്ട് ആണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അമ്മയെ വിവാഹം കഴിച്ച് അയച്ചപ്പോൾ 16 വയസ്സ് വിവാഹം കഴിച്ച് അയച്ചുവെങ്കിലും 20ാമത്തെ വയസ്സിലാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. അമ്മ ഇപ്പോഴും ഉണ്ട് കൃപയാൽ. ഇപ്പോ 83 വയസ്സ് കഴിഞ്ഞ് 84ാമത്തെ വയസ്സിലേക്ക് പോവുകയാണ്. അപ്പോ അമ്മ 16 വയസ്സ് വിവാഹം കഴിച്ച് അയച്ചെങ്കിലും 2-3 പ്രാവശ്യം ഈ അബോർഷൻ ആയിട്ടുണ്ട്, 3 പ്രാവശ്യം. അപ്പോൾ 19 വയസ്സ് അമ്മയ്ക്ക് പ്രായം. അപ്പോൾ അമ്മ 3 മാസം ഗർഭിണിയാണ്. മൂത്തത് ഞാനാണ്, മൂത്ത മകനാണ്. അപ്പോൾ 19 വയസ്സുള്ള അമ്മ വീണ്ടും ഗർഭിണിയായി. ഇത് അബോർഷൻ ആകുമെന്നുള്ള പേടി ഉണ്ട്. 3ാമത്തെ മാസമായപ്പം ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ വളരെ സിവിയർ ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് അമ്മയെ ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റായി. അവിടെ ഡോക്ടേഴ്സ്, അതിന് മുമ്പ് തന്നെ അവിടെ ഹോസ്പിറ്റലിന് പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ഡോക്ടർ പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആണ്, ഈ കുട്ടി വളരുമ്പോൾ അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഗർഭപാത്രത്തിനില്ല, അതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം, അതാണ് സേഫ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ കൊല്ലം ജില്ല, അടുത്ത ജില്ല കൊല്ലം ജില്ലക്കകത്തുള്ള കൊട്ടിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോളി ക്രോസ് ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്. ഇപ്പോഴും ഉണ്ട് ഹോസ്പിറ്റൽ, വലിയ മെഡിക്കൽ കോളേജ് പോലെ വലിയൊരു ഹോസ്പിറ്റലാണ്. ആ കൊട്ടിയം ഹോസ്പിറ്റലിൽ ഡോക്ടർ മേരി ക്യൂൻ, അവർ അമേരിക്കയിൽ നിന്ന് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വന്ന് ചാർജ് എടുത്ത സമയമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, വലിയ ഹോസ്പിറ്റലാണ്, മിഷൻ ഹോസ്പിറ്റൽ. അപ്പൊ ആ മേരി ക്യൂൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഇത് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ തിരിച്ചു വന്നാൽ നമുക്ക് മെഡിക്കൽ കോളേജ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഗർഭപാത്രം എടുത്ത് കളയണം, എങ്കിലേ സേഫ് ആവും, ഇല്ലാതെ സുഖമായിട്ട് പ്രസവിക്കാൻ പാടാണെന്നാണ് ഈ ഡോക്ടറുടെ നിഗമനം. എന്തായാലും ശരി, മെഡിക്കൽ കോളേജിലെ ആംബുലൻസിൽ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, കൊല്ലം ജില്ലയിലുള്ള കൊട്ടിയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കി, രോഗിയെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ്റെ അമ്മൂമ്മ എന്ന് പറഞ്ഞു, അവരുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞങ്ങൾ വൈദ്യന്മാരാണ്. അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, അവിടെ യേശുവിൻ്റെയും മറിയയുടെ ഒക്കെ ഫോട്ടോസൊക്കെ. കാത്തലിക് ഹോസ്പിറ്റലാണല്ലോ, അവരിപ്പോഴും ഈ കാത്തലിക് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സും നേഴ്സുമാരും രാവിലെ അവിടെ അങ്കണത്തിൽ, അവിടെ അവിടെ റിസപ്ഷൻ സെന്റർ ഉണ്ടല്ലോ, അവിടെ ഓപ്പണായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ രോഗികളെ വിസിറ്റ് ചെയ്യാൻ വാർഡിൽ പോകാറുള്ളൂ. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. അവിടെ മാത്രമല്ല പല കത്തോലിക്ക സ്ഥാപനങ്ങളിലും അങ്ങനെയാണ്. എന്തൊക്കെക്കാർക്ക് രാവിലെ പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോഴും അവരൊക്കെ അത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, നല്ല കാര്യങ്ങളൊക്കെ പറയണമല്ലോ, സ്വതന്ത്രം.
അപ്പോൾ ഈ ഡോക്ടർ പറയുകയാണ്, ഞങ്ങൾ വൈദ്യരാണ്, ഞങ്ങൾക്ക് മോളൊരു മഹാവൈദ്യനുണ്ട്, അത് കർത്താവായ യേശുവാണ്. നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് അറിയാം, 19 വയസ്സുള്ള സഹോദരി, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചൊന്നും ശീലമില്ലെന്നറിയാം. പക്ഷേ ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യാം, അഡ്മിഷൻ തരാം, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ മഹാവൈദ്യനായ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് 100% പറയാൻ പറ്റില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അച്ഛൻ്റെ അമ്മ ഉണ്ട്, അമ്മ പറഞ്ഞ ആണായാലും പെണ്ണായാലും ഒരു കുഞ്ഞിക്കാല് കിട്ടിയാൽ മതി, ഒരൊറ്റ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഗർഭപാത്രം എടുത്ത് കളയാം, എന്നിട്ട് ശ്രമം ചെയ്യാം, പ്രശ്നം. പക്ഷെ ഒരു ഈ തലമുറ ഉണ്ടാവത്തില്ല. അമ്മൂമ്മയ്ക്ക് മകനാണ്, ഒരു മകനാണുള്ളത്. അപ്പൊ മകന്റെ ഭാര്യയുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളില്ല, തലമുറയില്ലല്ലോ. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും ഒരു കുഞ്ഞിക്കാല് കാണണം. ഡോക്ടറെ നിന്ന് അന്നത്തെ കാലത്ത് പറയത്തില്ല, ഡോക്ടറെ എന്നല്ലേ പറയത്തുള്ളൂ. അപ്പൊ അമ്മൂമ്മ ഞാൻ തൊഴുത് ആ ഡോക്ടറുടെ സംസാരിച്ച് അവരെ കണ്ണുനീരൊക്കെ കണ്ടുകൊണ്ട് ഡോക്ടറെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ചുരുക്കി പറയാം, ഇത്തിരി വിശാലമായിട്ട് പോകും അങ്ങോട്ട് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ചുരുക്കാം. അപ്പോൾ ഈ അമ്മയുടെ ഓപ്പോസിറ്റ് ബെഡിൽ കിടന്ന ഒരു സഹോദരി ഇരുന്ന്, ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ്. ഈ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഷാളൊന്നുമില്ല, അബ്സാരി പോലത്തെ എന്തോ തലയിൽ കൂടി ഇട്ടുകൊണ്ട് 2 ദിവസം രാവിലെ പ്രഭാതത്തിലുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും കൂടെ രോഗികളൊക്കെ വന്ന് പ്രാർത്ഥിക്കും. ഒരു വലിയ ഒരു സ്ക്വയർ നല്ലൊരു സ്പേസ് ഉള്ള സ്ഥലമാണ് ഈ കുട്ടി ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് എന്ന് പറഞ്ഞത്. 10-200 പേർക്കുണ്ടെങ്കിൽ ഇരിക്കുക അവിടെ. അവിടെ ഒരു 10-40ഓളം പേരുണ്ടായിരുന്നു. അവർ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. 2 ദിവസം ഈ പ്രാർത്ഥനയിൽ അമ്മയും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ എനിക്ക് കിട്ടണേ, ഇത് അബോർഷൻ ആകില്ല. നമ്മുടെ അമ്മയും പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ഉണ്ടായിട്ടല്ല, ഒരു ഹിന്ദുവാണ്, നായർ സമുദായത്തിൽ ജനിച്ചു വളർന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ യേശുവിനെ അല്ല ഇനി ആരുടെയും പ്രാർത്ഥിക്കും, കാരണം അവസ്ഥ ഏതാണ്. വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ 2 ദിവസം അമ്മ ആ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, പിന്നെ അമ്മ ഹോസ്പിറ്റൽ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഈ ഹോസ്പിറ്റലിൽ ഗർഭപാത്രം എടുത്തു കളയണമെന്ന് പറഞ്ഞ അതേ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ അമ്മ എന്നെ നോർമലായി പ്രസവിച്ചു. നോർമൽ എന്ന് പറയാൻ കാരണം ഞങ്ങൾ 4 പേരുണ്ട്. ഈ 4 സിസേറിനാണെങ്കിൽ 2 പറ്റുള്ളൂ എന്നുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഈ 4 മക്കളും. പക്ഷേ ഈ മൂത്ത മകനായ ഞാൻ ഇങ്ങനെ അമ്മ പ്രാർത്ഥിച്ചാണ്, യേശുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാണ് ഈ മകനുണ്ടായിരുന്നത്. ഗർഭപാത്രം എടുത്തു കളയണമെന്ന് മെഡിക്കൽ കോളേജിൽ ഇവിടെ പറഞ്ഞ സ്ഥലത്ത് അത് അങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ കർത്താവിന്റെ കൃപയിലാണ് മക്കളെ കിട്ടുന്നതൊക്കെ പറയാനുള്ള ഒരു നാണക്കേട് പഞ്ചായത്ത് പ്രസിഡന്റായ അച്ഛൻ, അമ്മുമ്മ മരിച്ചു ആ സമയത്ത്. പിന്നെ അച്ഛന്റെ സഹോദരിയുണ്ട്. ഈ സഹോദരിയാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട്, എങ്കിലും ഇപ്പോ അവന്റെ ദൈവം അവനെ വിളിച്ചല്ലോ. എനിക്ക് 32 വയസ്സിന് മോൾ 31 വയസ്സിന് മോൾ പ്രായമുണ്ട് ഈ സമയത്ത്. ഇത്രയും നാള് വിളിക്കാതിരുന്ന ഈ ദൈവം ഇപ്പോ അവന്റെ ദൈവം അവനെ വിളിച്ചല്ലോ. അപ്പൊ നോക്കി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജാതീയ സഹോദരി, അവരെ രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല, അവർക്ക് പോലും അറിയാം യേശു ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും ശരി, ആ സമയത്ത് കർത്താവ് ആ വ്യക്തിയെ ദൈവത്തിലേക്ക് ആകർഷിക്കും. ഇപ്പൊ എന്നെ ഒരു വിശ്വാസിയായിട്ടും അല്ലായിരുന്നു കർത്താവ് കണ്ടത്, കർത്താവിന്റെ ഒരു ശിഷ്യനായിട്ടാണ് എന്നെ കണ്ടത്, അല്ലെങ്കിൽ കർത്താവിന്റെ വേലക്കാരനായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യമാണ് എനിക്ക് കർത്താവ് നൽകിയത്. എത്ര വലിയ ഭാഗ്യമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. എനിക്കൊന്ന് മാന്യമായ ജോലിയുണ്ട്, ഇൻകം ടാക്സ് പേ ആണ്, സ്വന്തമായിട്ട് ട്രിവാൻഡ്രത്ത് CA അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, ആയുർവേദ കോളേജിനടുത്ത് ചാൾസ് സാർ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പം അന്നത്തെ കാലത്ത് 25,000 രൂപയ്ക്ക് മുകളിലൊക്കെ വരുമാനം വന്നു കഴിഞ്ഞാൽ ടാക്സ് പേ ആണ്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് വാഹനവും എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ കർത്താവിന്റെ അമ്മ കൃപയാൽ ഒരു നല്ല പൊസിഷൻ നിൽക്കുമ്പോഴും ഈ പ്രാർത്ഥിച്ചാണ് ഞാൻ ഉണ്ടാകാൻ കാരണമെന്ന് എൻ്റെ വൈഫിൽ കൂടി അപ്പച്ചി പറഞ്ഞ സാക്ഷി ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇത്തിരി വചനങ്ങളൊക്കെ അറിയാം. ആ സമയത്ത് യോബിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട് 10:10, അതായത് നിങ്ങൾ ആരും കാണാതെ മാംസപിണ്ഡമായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ ബക്കറ്റിൽ പോകേണ്ട ഞാനായിരുന്നു. അപ്പോൾ ഇന്നൊരു പക്ഷേ ഞാൻ സംസാരിക്കാൻ ഇവിടെ ഇരിക്കേണ്ട വ്യക്തിയല്ല. 3 മാസമായ ആ ഗർഭപാത്രം യൂട്രസ് റിമൂവ് ചെയ്തെങ്കിൽ ഞാൻ ജനിക്കത്തില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ യൂട്രസ് റിമൂവ് ചെയ്തു, അത് 20ാമത്തെ വയസ്സിലാണ്. എൻ്റെ 20ാമത്തെ വയസ്സ് ഞാൻ BA പഠിക്കുമ്പോഴാണ് അമ്മയുടെ യൂട്രസ് റിമൂവ് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് 4 മക്കളെ കൊടുത്തു. അപ്പൊ ഞാൻ ചിന്തിച്ചോടാ, ഞാൻ ജനിച്ചത് തന്നെ യേശു ക്രിസ്തു മുഖാന്തരമാണെങ്കിൽ എനിക്കിനി ജോലിയൊന്നും വേണ്ട, ഈ യേശുവിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ ആരും പറയാതെ ഞാൻ തന്നെ സ്വയമായിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് കർത്താവിന്റെ വേലയ്ക്കായിട്ട് തിരിച്ചാണ്. പക്ഷേ ജോലി റിസൈൻ ചെയ്യാൻ കൊടുത്തെങ്കിൽ അവർ 1 വർഷം വരെ എടുത്തു. കാരണം ഞാൻ ഏറ്റവും ടോപ്പ് കളക്ഷൻ വരുന്ന ഒരു ഡെവലപ്മെന്റ് ഓഫീസർ ആയതുകൊണ്ട് എൻ്റെ സീനിയേഴ്സൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ ഇത്തിരി ബാക്ക് വരും. ഞാൻ അങ്ങ് പോയപ്പോൾ അവർ കളക്ഷനെ ബാധിക്കും. അങ്ങനെയായിരുന്നു.
ഓക്കെ. അപ്പോൾ ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഡെവലപ്മെന്റ് ഓഫീസറായിട്ടുള്ളത്. അതിൽ ഏറ്റവും ടോപ്പായിട്ടായിരുന്നു എൻ്റെ ബ്രാഞ്ച്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എത്ര പ്രതികൂലം വന്നാലും എത്ര താമസിച്ചാലും, അല്ലെ, ഡിനേഴ്സ് ആർ നോട്ട് ഡിനൈഡ്. താമസിക്കുമായിരിക്കും, പക്ഷെ അത് നിഷേധമല്ല. ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ള വചനം പറയുന്നത് പോലെ വരും നിശ്ചയം, താമസിച്ചാലും വരും നിശ്ചയം. അത് എൻ്റെ ജീവിതത്തിൽ 100%, അല്ലെങ്കിൽ ഒരു RSS ബാക്ക്ഗ്രൗണ്ടിലും സായിബാബ ഭക്തനായിട്ടും ഒരു ഹിന്ദു നായർ സമുദായത്തിലൊക്കെ ജനിച്ച ഞാനാണ്, അല്ലെ, ഈ കറുത്ത പുസ്തകം പോലെയാണ് ക്രിസ്ത്യാനികളുടെ മനസ്സെന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇതിനകത്ത് വെളുപ്പുണ്ടെന്നുള്ള തുറന്നോക്കിയല്ലേ അറിയത്തുള്ളൂ, അല്ലേ? ഇതിനകത്ത് മാത്രമേ ഒരു രക്ഷപ്പെടാനുള്ള വള്ളി ഉള്ളെന്നുള്ള ഇപ്പോഴല്ലേ അറിയത്തുള്ളൂ. അപ്പോ ക്രിസ്ത്യാനികളൊക്കെ മതം മാറ്റുന്നവരെന്ന് ചിന്തിച്ച ഞാനാണ് ഇന്ന് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. ആമേൻ, സ്വതന്ത്രം. ഇപ്പോ അത് ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറിച്ച്. അപ്പൊ ദൈവമക്കളെ, ദൈവം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴായാലും ദൈവത്തിന്റെ കൃപ. അങ്ങനെ ഞാൻ എന്റെ വൈഫ് ഇത് പറഞ്ഞപ്പോഴത്തേക്കും, എന്നിട്ട് വൈഫിനൊരു ഞാൻ പണ്ട് വഴക്കൊക്കെ പറയുമ്പോൾ എന്നെ ചേട്ടൻ ഇത്ര മണിക്ക് വഴക്ക് പറഞ്ഞ് നമ്മൾ വെച്ച് ഡയറിയിലൊക്കെ എഴുതി വെക്കുക. അപ്പം ഞാൻ അന്ന് അവിടെ എന്നെ ഡയറി കാണിക്കുകയാണ്, ചേട്ടന്റെ ദൈവത്തെ എനിക്കും വേണം. ഇത് കരയുവാണോ, ഇന്ന് കരയോ, ഞാൻ ഇങ്ങനെ പിടിച്ചു മാറ്റി. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞു, അപ്പച്ചി എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയാം, ചേട്ടന്റെ ദൈവത്തെ ഇന്ന് മുതൽ എനിക്കും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതിനോട് പറയാൻ ഒരു ഇഷ്ടം, കാരണം കൊച്ചു ഡയറിയിൽ ഞാൻ എഴുതി കാണിക്കുകയാണ്, ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്, നേരിട്ട് കാണിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു വെടിക്ക് 2 പക്ഷി. എന്റെ അപ്പച്ചി വന്ന് പറഞ്ഞ സാക്ഷ്യം, എന്നെ ജോലി റിസൈൻ ചെയ്തിട്ട് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം എന്നിലുണ്ടാക്കി. 1. 2, നീ ക്രിസ്ത്യാനിയാകണമെന്നോ ഞാൻ പോണ സഭ വരണമെന്നോ എന്തൊക്കെ അനുഭവത്തിലാകണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തില്ല. അവർക്ക് സ്വാതന്ത്ര്യമാണ്, വോട്ടവകാശം. എന്റെ മക്കളെ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്യാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അവരും അങ്ങനെയൊന്നും, നമ്മളെല്ലാവരും അഭിപ്രായം തന്നെങ്കിലും അതിന് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിന്റെ അടുത്ത്. നമ്മള് ക്രിസ്തുവിന്റെ ആളായതുകൊണ്ട് എല്ലാവരെയും കൂടി നമ്മളെ കൺട്രോളിൽ തന്നെ നിൽക്കണമെന്ന് പറയാനില്ല. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് കർത്താവ് പറഞ്ഞ പോലെ നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് അവർക്ക് വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് എന്നവർക്ക് മനസ്സിലാകുന്നത്. ഈ ഓവർ സ്ട്രിക്റ്റ് പലപ്പോഴും ഈ മക്കളെ ആണെങ്കിലും എവിടെയാണെങ്കിലും ഓവർ സ്ട്രിക്റ്റ് പലപ്പോഴും അത് ഒരു ഓവർവെൽമിങ് നേച്ചർ അവർക്ക് ഉണ്ടാവും. എനിവേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ ഈ വൈഫിനോട് അങ്ങോട്ട് പറയാതെ വൈഫും ഇവിടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം, സോ ഹാപ്പി. എന്ന് പറഞ്ഞാൽ അന്നാണ് ആദ്യമായിട്ട് 8 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വിശ്വാസികൾ ഒരുമിച്ച് വീട്ടിൽ രാത്രി, ഞാൻ 9 മണിയൊക്കെ ആകുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കും രാത്രി. ഞാൻ 8:30 വന്നു, ഈ സംഭവങ്ങളൊക്കെ കേട്ട് 9 മണി കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ കൂടെ ഒരു വിശ്വാസിയും കൂടെ. ഞാൻ മാത്രമാണ് ഇരിക്കുന്നത്, പ്രത്യേകം മുറിയുണ്ട് അവിടെ. ആ മുറിയിൽ അന്ന് പണ്ട് പൂജാമുറിയായിട്ടുള്ളായിരുന്നു, അതൊക്കെ അതൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞ് മണിക്കൂർ എടുത്തു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല, സമയങ്ങൾ എടുത്തു, അതൊക്കെ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ മുറിയിൽ എൻ്റെ വൈഫും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് ഞാനിങ്ങനെ ഒരു സങ്കീർത്തനം വായിക്കുന്ന പതിവുണ്ടായിരുന്നു. അന്ന് ഞാൻ വായിച്ചുകൊണ്ട് വരുന്ന മുറയ്ക്ക് ഒരു ദിവസം ഒരു സങ്കീർത്തനം, 139 സങ്കീർത്തനം ഞാൻ വായിച്ചപ്പോൾ അതിന്റെ 13 മുതൽ 18, 19 വാക്യം, 139 സങ്കീർത്തനം. അവിടെ ഞാൻ നിന്നെ അതിശയവും ഭയങ്കരവുമായി മെനഞ്ഞിരിക്കുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ കണ്ടിരിക്കുന്നു, നീ പിണ്ടാകാരമായിരുന്നപ്പോഴേ ഞാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, പിണ്ടാകാരമായിരുന്നു ഞാൻ കണ്ടിരിക്കുന്നു, അല്ലേ, ആര് കളായിരുന്നപ്പോഴേ എന്റെ കണ്ണിനെ കണ്ടില്ല, ഒത്തിരി കാര്യങ്ങൾ. അപ്പം യേശുക്രിസ്തു, അപ്പൊ ഈ സങ്കീർത്തനങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആ സങ്കീർത്തനങ്ങൾ വായിച്ചതിനു ശേഷമാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് കർത്താവിന് വേണ്ടി 100% ഇനിയുള്ള സമയം 10-15 വയസ്സിന്റെ അടുത്തായി. അപ്പൊ ആയുസിന്റെ പകുതി അങ്ങനെ ഞാൻ നിശ്ചയിച്ചു, ആയുസിന്റെ പകുതി പോയില്ലേ, അമ്പല സെക്രട്ടറി ആയിട്ടും കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും ഖജാൻജി ആയിട്ടും RSS ഒക്കെ വിട്ട് കിടന്നില്ല. അപ്പൊ ഇനി ഇതൊക്കെ മതിയാക്കിയിട്ട് ഞാൻ ജനിക്കാൻ പോലും അമ്മ അന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ മക്കളെ കിട്ടത്തില്ലോ, ഗർഭപാത്രം എടുത്ത് കളയത്തില്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളത് ഈ സങ്കീർത്തനം കേട്ടപ്പോഴത്തേക്കും, അതിശയവും ഭയങ്കരവുമായി ദൈവം എന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ മെനഞ്ഞിരിക്കുന്നെങ്കിൽ ആ അതിശയത്തെ ലോകർക്ക് വെളിപ്പെടുത്തണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് സാംസ് 71:7. പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ മസിലിന്റെ ബലമല്ല, അല്ലേ, CAT-കാരന്റെ ലോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല മസിൽ ബലം ഉണ്ടാകും. പക്ഷെ അങ്ങനെ മസിൽ ബലമല്ല, നീ എൻ്റെ ബലമുള്ള സങ്കേതമായതുകൊണ്ട് ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ഞാനിന്ന് താമസിക്കുന്ന ഇതിന്റെ പേര് വട്ടപ്പാറ എന്നാണ്. യേശു ഇല്ലെങ്കിൽ ഞാൻ വട്ടപൂജ്യമാണ്. ഇപ്പൊ വട്ടപ്പാറയിലെ വട്ടപൂജ്യമാകേണ്ട എന്നെ പലതിലും ഞാൻ പൂജ്യമായിരുന്നു, അല്ലേ, പലതിലും പൂജ്യമായിരുന്നു. പക്ഷെ അതിന്റെ ഇപ്പുറത്ത് വിലയേറിയ ഒന്ന് വന്നപ്പോഴാണ് ഇന്ന് എന്തെങ്കിലും വാല്യൂ ഉള്ളതായിട്ട് നിൽക്കുന്നത്. മെയിൻ സ്വതന്ത്രം. അപ്പം നമ്മള് വിത്തൗട്ട് ജീസസ് വി ആർ മിയർ സീറോ, വിത്ത് ജീസസ് ഓൺലി വി ഹീറോ എന്ന് പറയുന്ന പോലെ യേശു ഇല്ലെങ്കിൽ നമ്മളൊക്കെ വെറും വട്ടപൂജ്യമാണ്. അപ്പൊ വട്ടപൂജ്യത്തിൽ നിന്നാണ് കർത്താവ് എല്ലാം സീറോ ആക്കി. അപ്പോൾ അതും കൂടെ പറയണമല്ലോ, ഇനി സീറോ ആക്കിയ കാര്യം പറയണമല്ലോ. ഈ കടമുണ്ടല്ലോ, 5 ലക്ഷത്തിന്റെ അടുത്ത് കടമുണ്ട്.
അപ്പൊ ക്രിസ്തുവിലേക്ക് വന്നപ്പം പിന്നെ ആൾക്കാരെ കളിയാക്കി തുടങ്ങി. പിന്നെ ബഹുമാനമൊക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന, വീട്ടിൽ പണ്ട് നിലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ കൊണ്ട് കിട്ടുമായിരുന്നു. അരിയൊക്കെ വീട്ടിൽ തന്നെ നിലമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട അരി. അപ്പൊ അരിയുടെ വരവ് നിന്നു, കാക്കയുടെ വരവ് നിന്നു. പിന്നെ ചിരിക്കുമ്പോൾ ബൾബ് മിന്നുന്നവരെ ചിരിക്കും. നോക്കുമ്പോൾ പിന്നെ ആരും ചിരിക്കത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ചിരിക്കും, പക്ഷെ നോക്കിയാൽ പിന്നെ ചിരി കാണത്തില്ല. അപ്പോൾ ആൾക്കാരുടെ അകൽച്ച നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം ഞാനെന്തോ പാവം ചെയ്ത് അതിൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു, യവൻ നമ്മളെ കുടുംബത്തിന് അവമാനമായി, നമ്മളെ ജാതിക്ക്, കുടുംബത്തിന്, നമ്മളെ കുടുംബത്തിലൊക്കെ. അതിന് മുമ്പ് ഒരാൾ അളിയനുണ്ട്, അവനെ നേവിയിലായതുകൊണ്ട് അവനെ കാണത്തില്ല. അവൻ 6 മാസം എനിക്കല്ലേ നാട്ടിൽ വരുള്ളൂ. അപ്പൊ ഞാൻ അവിടെ തന്നെ താമസിക്കുകയല്ലേ. അപ്പം എല്ലാവർക്കും ഞാനൊരു ഒരു കാണുമ്പോൾ ചിരിക്കും, പക്ഷെ ഒരു ഇതല്ല. അങ്ങനെ എൻ്റെ വൈഫും കൂടെ രക്ഷയിലേക്ക് ആയപ്പോൾ എനിക്ക് ഡബിൾ പവറാണ് വന്നത്. ഞാൻ ചുരുക്കം പറയാം, വരവ് നിന്ന് പറയാം, എൻ്റെ കടഭാരം, ഇത്രയും കടഭാരമുണ്ട്. അപ്പം അതിന് മുമ്പ് എൻ്റെ ബേസായിട്ട് പറയണമല്ലോ, വൈഫ് രക്ഷയിലേക്ക് വന്നു. വൈഫിന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. റോമാലേഖനം, ഒരു ട്രിവാൻഡ്രത്തൊരു ചർച്ച, ഒരു ദൈവദാസന്റെ സുവിശേഷന്റെ വീട്ടിൽ പോയാണ് രക്ഷയുടെ വചനമൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ സ്നാനപ്പെട്ട ആ ചർച്ചിൽ ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ വീട്ടിൽ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി പ്രാർത്ഥനയൊക്കെ പോയി. വൈഫും ഒക്കെ കൃപയിലേക്ക് വന്നു. പിന്നെ പേരുക്കട IPC എന്ന് പറയും, നേരത്തെ KC തോമസ് IPCയുടെ സ്റ്റേറ്റ് സെക്രട്ടറി KC തോമസ് ചർച്ചിന്റെ അദ്ദേഹത്തിന്റെ ചർച്ചിൽ തന്നെ എൻ്റെ വൈഫ് സ്ഥാനപ്പെട്ടു. വൈഫിന്റെ അച്ഛൻ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, അത് ഞാൻ പറയാം. അപ്പോൾ വൈഫ് സ്ഥാനപ്പെട്ടു. അപ്പൊ ഞങ്ങൾ 2 വിശ്വാസികളായി. മകൻ കൊച്ചാണ് എങ്കിലും അവനും അവിടെ ചർച്ച വരുമായിരുന്നു. 4 വയസ്സ് പ്രായം. ചർച്ച വരുമായിരുന്നു. വൈഫിന്റെ അച്ഛൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. വൈഫിന്റെ അമ്മ മരിച്ചുപോയി, വൈഫിന്റെ അച്ഛൻ ഞങ്ങളെ കൂടെയാണ്. അപ്പൊ ഞങ്ങളിരുന്ന് അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ അപ്പുറത്തെ മുറി ഇരുന്ന് ഞങ്ങളെ കളിയാക്കുമായിരുന്നു. ഇങ്ങനെ അന്യഭാഷയ്ക്ക് എതിരായിട്ട് പുള്ളി തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പുള്ളി വായി തോന്നുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുമായിരുന്നു. അപ്പോൾ ആ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പേരുക്കട IPC ചർച്ചിൽ തന്നെ KC തോമസ് പാസ്റ്ററിന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ ചാക്കോ പാസ്റ്റർ എന്ന് പറയും, അദ്ദേഹത്തിന്റെ കയ്യാൽ സ്നാനമേറ്റു. അപ്പൊ ഞങ്ങള് മോളായി. പിന്നെ ഇപ്പൊ 5 വിശ്വാസികളാണ്. ഞാന്, വൈഫ്, 2 മക്കള്, വൈഫിന്റെ അച്ഛൻ, 5 പേര്. അപ്പം അപ്പൊ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എൻ്റെ വീട് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചുരുക്കുകയാണ്, എങ്കിലും എനിക്ക് ഇത്തിരി സമയത്തിന് ചുരുക്കം ഉണ്ടെങ്കിലും ഞാൻ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഈ ഇത്രയും കടമുള്ളപ്പോഴും ഒരു ദേവദാസൻ, ഞാൻ കടം കുറച്ച് തീർന്നു, പക്ഷെ പിന്നെയും കടമുണ്ട്. അപ്പോൾ എൻ്റെ 3 ലക്ഷത്തിന് മുകളിൽ എനിക്ക് അപ്പോഴും കടമുണ്ട്. കാറൊക്കെ വിറ്റു, കാറ് കൊടുത്തു. വൈഫിന് ഈ പെന്തക്കോസായപ്പോൾ പിന്നെ സ്വർണ്ണമൊന്നും വേണ്ട. വൈഫിന് കുറെ സ്വർണ്ണം ഉണ്ടായിരുന്നു. സ്വർണ്ണമൊക്കെ പണയം വെച്ചപ്പോൾ സമയത്ത് എടുക്കാൻ പറ്റുന്നില്ല. ജോലി രാജിവെച്ചു, ഡെവലപ്മെന്റ് ഓഫീസ് ജോലി രാജിവെച്ചു, വരുമാനമില്ല. പിന്നെ എൻ്റെ കാറ് കൊടുത്തു. വൈഫിന്റെ സ്വർണം പണയം വെച്ചിട്ട് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ വിറ്റു. അന്നൊക്കെ വിറ്റ ഒരു പവന് 1500 രൂപ കിട്ടിയുള്ളൂ, ഒരു പവൻ അന്നത്തെ കാലത്ത്. ഇന്ന് 50,000 ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ 50 പവന്റെ അടുത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ പണയം വെച്ചു, പിന്നെ വിറ്റു. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ എനിക്കുള്ള കടമൊക്കെ കുറച്ച്, ഇങ്ങനെ സ്വർണം വിറ്റതും കാറ് വിറ്റതും കുറച്ച് തീർന്നു, എങ്കിലും കുറെ കടമുണ്ട്. അപ്പോഴേ ഒരു ദിവസം എല്ലാ വ്യാഴാഴ്ചയും വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഞാനും വൈഫുമായിട്ട്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനും പോയി. ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നത് ഞാൻ എതിരായിരുന്നു. ബൈബിളാകുന്ന കോളേജിൽ പഠിക്കണമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ എന്നെ ഒരു ദേവാസൻ ചുമ്മാ വാന്നുകൊണ്ട് ലിഫ്റ്റ് കൊടുക്കാൻ, പുള്ളിക്ക് ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി ലിഫ്റ്റ് കൊടുക്കാൻ എന്നെ വിളിച്ചോണ്ട് പോയി. എന്നെ ഒന്ന് പേരുക്കട ബൈബിൾ കോളേജിലോട്ട് ആക്കാൻ പറഞ്ഞു. അങ്ങനെ പേരുക്കട IPCയിലോട്ട് പുള്ളി ആക്കിയാണ്. അപ്പോൾ അന്ന് അവിടെ KC തോമസ് പാസ്റ്ററാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ചുമ്മാ ഒന്ന് ഇരുന്നിട്ട് പോകാം. അന്ന് ഈ താടി മീശയൊക്കെ ഉണ്ട്, രക്ഷിക്കപ്പെട്ട സമയമാണ്, താടി മീശയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ വന്നിരുന്നു. അപ്പം ബൈബിളൊക്കെ വായിക്കുമെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്കാണ് എല്ലാം അറിയാവുന്നത്, ഇവരൊക്കെ ഒന്നും അറിയത്തില്ലെന്നുള്ള ഒരു അഹങ്കാരത്തിലൊക്കെ നമുക്കുണ്ട്. കാരണം നമ്മളെന്തും പറയും, അന്ന് നമ്മൾ സാക്ഷ്യം പറയും, വചനം സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ബൈബിൾ കോളേജൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ദേവദാസന്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാം മഞ്ഞ് ഉരുകി. എനിക്ക് ഒന്നും അറിയത്തില്ലെന്നും ഒന്നും അറിയത്തില്ലെന്നുള്ള അറിവ് എൻ്റെ അകത്തോട്ട് വന്ന്, അതായിരുന്നു ഏറ്റവും വലിയ അറിവ്. പിന്നെ ചുരുക്കം പറഞ്ഞാൽ ആ ബൈബിൾ കോളേജിൽ ഞാൻ അന്ന് തന്നെ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് അവിടെ രജിസ്റ്റർ ചെയ്തു. അതിന്റെ പൈസ എൻ്റെ കൂടെ വന്ന സഹോദരനാണ് കൊടുത്തത്. പഠിച്ച ആ ബൈബിൾ കോളേജിൽ പഠിച്ചു. പിന്നെ കർത്താവിന്റെ കൃപയാൽ 7 വർഷം അതേ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അതെന്റെ ജീവിതത്തിലൊരു ഭാഗ്യമാണ്. ആദ്യമായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ പഠിച്ച സ്കൂളിൽ ആദ്യം LKG UKG 1ാം ക്ലാസ്സോ അല്ലെ 4ാം ക്ലാസ് വരെ പഠിച്ച LPS സ്കൂളിൽ ടീച്ചറായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ, കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ആദ്യം പഠിച്ച ബൈബിൾ കോളേജിൽ 7 വർഷം ഗ്രാജുവേഷനിൽ
ഇരിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ 40-50 കുട്ടികളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 10-600 പേരെങ്കിലും ഈ 7 വർഷം കൊണ്ട് വചനം പഠിപ്പിച്ച് പുറത്ത്, അവരൊക്കെ വലിയ അറിയപ്പെടുന്ന പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റേഴ്സ്, നോർത്ത് ഇന്ത്യയിലൊക്കെ പാസ്റ്റേഴ്സ് അവരുണ്ട്. ഓക്കെ, അതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. പിന്നെ അത് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോകണില്ല, ഞാൻ തിരിച്ചു വരാം, തിരിച്ച് എൻ്റെ ഫാമിലിയിലേക്ക് തന്നെ വരാം. അപ്പോൾ വൈഫും ഒക്കെ കൃപയിലേക്ക് വന്നു, അച്ഛനൊക്കെ വന്നു. അപ്പൊ എൻ്റെ കടഭാരമൊക്കെ തീർന്നു. കടഭാരം തീരുന്നില്ല, കുറച്ച് 3 ചില്ലറ ഉണ്ട്. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വ്യാഴാഴ്ച ദിവസം ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, നിന്റെ വീടും സ്ഥലവും കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമോ? ദൈവമക്കളെ, നിങ്ങൾ നന്നായിട്ട് കേൾക്കണം. എനിക്ക് ജോലിയില്ല, 5 പേര് ഞങ്ങൾ കഴിയണം. ബിസ്ക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ തന്നെ ഞാൻ വല്ല സാക്ഷ്യം വല്ലതും പറയുമ്പോൾ അന്നത്തെ കാലത്ത് 50 രൂപയൊക്കെ കിട്ടും. ഒരു സഭയൊക്കെ പോയി സാക്ഷ്യം പറയുമ്പോൾ 50 രൂപയാണ്. ഈ 50 രൂപ വലിയ കാര്യമാണ്. അതിൽ 10 രൂപ 20 രൂപ പെട്രോൾ അടിച്ചാൽ മതി. 1 ലിറ്റർ പെട്രോൾ അന്ന് 20 രൂപയൊക്കെ ഉള്ളൂ. എന്നാൽ ബാക്കി 10-30 രൂപയൊക്കെ കിട്ടുന്നതിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. 5 കുടുംബം, 5 വ്യക്തികൾ കഴിയണം. വേറെ വരുമാനമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്വർണവും കാറും ഒക്കെ വിറ്റുമൊക്കെ പോയി ഇങ്ങനെ ഒതുങ്ങി. ആ വീടൊക്കെ ഞാൻ താമസിച്ച വീടൊക്കെ ഇങ്ങനെ കടവായതുകൊണ്ട് അതൊക്കെ കൊടുത്തിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. അത് കൂടെ പറയാം. ഈ മണ്ണന്തലയ്ക്ക് അടുത്ത് മരുതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ താമസിച്ച സമയത്താണ് എൻ്റെ അടുത്ത് കർത്താവ് പറയുന്നത്, നിന്റെ വീടും വസ്തുവും, അപ്പൊ എനിക്ക് വേറൊരു വീടുണ്ട് വിൽക്കാനായിട്ട്, വീടും വസ്തുവും കൂടെ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന്. അതൊരു ചെറിയ വീടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല, കർത്താവിന്റെ വിലയ്ക്ക് 15 സെന്റ് സ്ഥലമുണ്ട്, വീടുമുണ്ട്, വിറ്റാലും ഒരു 7 ലക്ഷം രൂപ കിട്ടും അന്നത്തെ കാലത്ത്. അപ്പോൾ അത് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് എത്രയും വലിയ പണക്കാരുണ്ട്, എൻ്റെ വീടിന് കർത്താവ്, എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ വാടകയ്ക്ക് കൂടെ താമസിക്കുകയാണ്. അവിടെ പോയി താമസിക്കത്തില്ല, കാരണം അവിടെ ആണ് ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ട് മുസ്ലിംസിന്റെ ഒക്കെ ഉള്ള ഏരിയ, ഹിന്ദുസിന്റെ ഒക്കെ വലിയ ഏരിയയാണ്. ഞാൻ ഇപ്പൊ ക്രിസ്ത്യൻസ് ഒക്കെ ഉള്ള ഏരിയയിൽ മണ്ണന്തലയ്ക്ക് വന്ന് താമസിക്കുകയാണ്. ബൈബിൾ കോളേജിൽ പോകണം, അങ്ങനെ പേരൊക്കെ അടുത്തായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചടാ, ഇത് പിശാചിന്റെ ആലോചനയായിരിക്കും, മനസ്സിൽ ശാസിക്കാൻ തോന്നി. പക്ഷെ ഒന്നും വേണ്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ ഇത് പറഞ്ഞ വൈഫിന്, കാരണം 2 മക്കളുണ്ട് അല്ലേ, ആകെപ്പാടുള്ള 5 സെന്റ് വീടുമാണ്. അപ്പൊ അത് കർത്താവ് അതിന്റെ ആലോചന ആയിരിക്കത്തില്ല. ഇത് കർത്താവിന്റെ ആലോചന ആണെങ്കിൽ അടുത്ത വ്യാഴാഴ്ചയും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വൈഫിന്റെ അടുത്ത് ദൈവം സംസാരിക്കട്ടെ. അടുത്ത വ്യാഴാഴ്ച ആയപ്പോൾ വൈഫ് എന്നോട് പറയുകയാണ്, നമുക്ക് ഒരു ചിന്ത ഇതിന് വരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ പറയാൻ പോണത്? ഞാൻ പറയാം, നമ്മളെ വീടിന്റെ കാര്യം. അത് തന്നെ. അപ്പൊ ഞങ്ങൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. പുതിയ വീടായതുകൊണ്ട് കുറെ താക്കോലുണ്ടായിരുന്നു, എല്ലാ മുറിയുടെയും 2 താക്കോലുണ്ട്. അപ്പം ആ വീടും, അത് താമസമായ വീടല്ല, പുതിയ വീട് കഴിച്ചിട്ട് വിൽക്കാൻ വേണ്ടി ഇവിടെ ഇട്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ ഈ വീടിന്റെ പ്രമാണം കൊണ്ടുവച്ച്, താക്കോലും കൊണ്ടുവച്ചിട്ട് ഞാനും വൈഫും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ വീട് ഞങ്ങൾ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി തരാം. അപ്പൊ എൻ്റെ ഉള്ളിൽ, ഞാൻ ബൈബിൾ കോളേജ് BTH ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനായിരിക്കും അവിടുത്തെ പാസ്റ്റർ, എൻ്റെ വീട്ടില് ഞാനായിരിക്കും പാസ്റ്റർ. അല്ല പിന്നെ ആർക്ക് കൊടുക്കുന്നത്? 15 സെന്റ് വീടും കൂടെ ചുമ്മാ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു മുഖം കാണിച്ചു. നല്ല കഷണ്ടി തലയുള്ള ഒരാളിന്റെ മുഖം, ഒരു 37 വയസ്സ് പ്രായം മതി. എനിക്ക് ആളിനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ വ്യക്തിയാണ് അവിടുത്തെ പാസ്റ്റർ എന്ന് കാണിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ വീടാണെങ്കിൽ ഞാനല്ല പാസ്റ്റർ. ചുരുക്കം പറഞ്ഞാൽ 8 മാസം കഴിഞ്ഞപ്പോൾ നെടുമങ്ങാട് ഒരു കല്യാണ ശുശ്രൂഷയിൽ വെച്ചിട്ട് കുറേ പാസ്റ്റേഴ്സ് സ്റ്റേജിലിരിക്കുന്നു. അപ്പൊ എനിക്ക് അന്ന് കണ്ട മുഖം ആ ദേവദാസൻ. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ദേവദാസനെ പരിചയപ്പെട്ടു. പാസ്റ്റർ ഇങ്ങനെ എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ദർശനം കിട്ടിയായിരുന്നു, അന്ന് പാസ്റ്റർ മുഖമാണ് കാണിച്ചത്. എനിക്ക് ഒരു എന്താണ് മോനെ മോനെ വിളിക്കുന്ന പ്രായമല്ല, അന്നത്തെ 37 വയസ്സ് അന്ന് പ്രായമുണ്ട്. പുള്ളി സ്നേഹം കൊണ്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ വീടും പേരിടം കൂടെ. എന്നെ പുള്ളി കെട്ടിപ്പിടിച്ചിട്ട് പറയുവാണ്, 18 പേര് പുള്ളിയോട് പ്രവചിച്ചിട്ടുണ്ട്. ഒരു ജാതികളുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു സഹോദരനിൽ കൂടി ഒരു ഭവനവും ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ഒരുക്കും. അയ്യോ, എനിക്കത് ഭയങ്കര സന്തോഷം. കാരണം പിന്നെ കറക്റ്റ് ദൈവം പറഞ്ഞ ആളിന്റെ മുഖവും ഈ 8 മാസം കഴിഞ്ഞ് ഈ കല്യാണ ശുശ്രൂഷ 18 ദിവസം ഇടയിൽ നിന്ന് കണ്ടുപിടിച്ച ഈ മുഖവും ഇതെല്ലാം ഒന്നായിരുന്നു മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഒന്നും സംശയിച്ചില്ല. ഒരാഴ്ചക്കകത്ത് നാവായിക്കുളം സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട്, അവിടെയാണ് എൻ്റെ പരിധി വരുന്നത്, ഈ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത്, ഈ വീടും പെരടും 15 സെന്റ് വീടും പെരടും ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാതെ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തു. പറയാൻ എളുപ്പമാണ്, മയക്ക് കിട്ടിയ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാനാണ് പാട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. കർത്താവിന്റെ കൃപയിൽ അവിടെയൊക്കെ ജീവൻ വെച്ച് പോകാനായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിനകത്തിറങ്ങിയ ജീവൻ ഇതുവരെയും നിർത്താൻ ദൈവം സഹായിച്ചു. പല പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ മാത്രമല്ല. അത് കർത്താവിന്റെ കൃപ. അതിന്റെ എല്ലാ മഹത്വവും ദൈവത്തിന്. അതിനെ പറ്റിയ ഭാര്യയും, അതിനെ പറ്റിയ മക്കളും, അതിനെ പറ്റിയ വിശ്വാസികളും, അതിനെ പറ്റിയ സാഹചര്യവും എല്ലാം ദൈവം മഞ്ഞ തരുന്നത് പോലെ തക്ക സമയത്ത് തന്ന്, ശക്തന്മാരുടെ ആഹാരം തന്നു ഇതുവരെയും പോഷിപ്പിച്ച ദൈവം. അതിനൊക്കെ എല്ലാ കൃപയും, എല്ലാ അതിന്റെ മഹത്വവും, ആ ഗ്ലോറി ബിലോങ്സ് ടു ഗോഡ്. എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഞാൻ ഇതിനിടയിൽ ബൈബിൾ കോളേജൊക്കെ പഠിച്ച് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പിന്നെയും പഠിക്കണം തോന്നി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ MDU പഠിച്ചു, തമിഴ്നാട്ടിൽ പോയിട്ട് MDU പഠിച്ചു, ബാംഗ്ലൂർ ആക്ട്സ് അക്കാഡമി
MTH കഴിഞ്ഞു, ഡോക്ടറേറ്റ് മിഷനിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞു. അപ്പോഴൊക്കെ പിള്ളേർ പഠിക്കുകയാണ്, എൻ്റെ മക്കൾ പഠിക്കുകയാണ്. അവരുടെ ഫീസ്, പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ പെൻഡിങ് വരുമ്പോഴും എൻ്റെ ഫീസ് കറക്റ്റ് അടച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വൈഫ് ചോദിക്കായിരുന്നു, മക്കളെ ഫീസ് കറക്റ്റ് അടയ്ക്കാൻ പാട്, അത് ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ പെൻഡിങ്. വണ്ടിയുടെ ഫീസൊക്കെ CBSE സ്കൂളിലൊക്കെ അവർ പഠിച്ചത്, ICSE പഠിച്ചിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ അവിടെയൊക്കെ നല്ല ഫീസ് വരും. പക്ഷേ എൻ്റെ ഫീസ് കറക്റ്റായിട്ട് കോളേജിൽ, കാരണം MTH ഒക്കെ അന്നത്തെ കാലത്ത് 2 ലക്ഷം രൂപ ആയി അന്നത്തെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഡോക്ടറൊക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ ഞാൻ ഒരുപാട് ബൈബിൾ കോളേജ് പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത് പാലക്കാട് ഒരു വലിയ ബൈബിൾ കോളേജിൽ 2 വർഷത്തോളം അക്കാഡമി ഡീനായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തു. അവിടെയൊക്കെ വലിയ, അതാണ് ഇപ്പോൾ ഈ മിസ്പ എന്നുള്ള പ്രസ്ഥാനം. ഈ മിസ്പ എന്നുള്ള പ്രസ്ഥാനം ഞങ്ങൾ AGയുടെ തന്നെ അരിസോണയിലുള്ള ഒരു അരിസോണയിലെ ഇന്റർനാഷണൽ പ്രസിഡന്റായിട്ട്, AGയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റായിട്ടിരിക്കുന്ന റോയ് ചെറിയം പാസ്റ്ററുടെ അണ്ടറിലാണ് ഈ മിസ്പ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനും അദ്ദേഹമായിട്ടുള്ള സുഹൃത്ത് ബന്ധം കാരണം ഞാൻ എൻ്റെ ചർച്ചിന്റെ പേര് മിസ്പ എന്നാണ്. ഞങ്ങളുമായിട്ട് ഒരു അഫിലിയേഷനാണ്. ഈ സ്ഥലം വാങ്ങിച്ചതും ചർച്ച വെച്ചതും ഒക്കെ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിലും അദ്ദേഹമായിട്ടുള്ള അഫിലിയേഷനാണ് ആ പേര് നിലനിർത്തിയത്. എൻ്റെ മകളുടെ വിവാഹമൊക്കെ ആദിവാസനായിരുന്നു വന്ന് ഡെഡിക്കേറ്റ് ചെയ്തത്. ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ബൈബിൾ കോളേജിൽ 2 വർഷം പഠിപ്പിക്കാനും അക്കാഡമി ഡീനായിട്ട് നിൽക്കാനും അവിടെ ഇരുന്നപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ഇന്ന് 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ അവിടെ ഉണ്ട് പാലക്കാട്. അതും വേലന്താവളം എന്ന് പറയും. ഈ വാളയാർ എന്നൊക്കെ ചെക്ക് പോസ്റ്റ് അടുത്താണ്, തമിഴ്നാട് കേരളത്തിന്റെ ബോർഡറാണ്. ഈ അനുഗ്രഹമായിട്ടൊരു ബൈബിൾ കോളേജ് അവിടെ ഉണ്ട്. MTH വരെയുള്ള ബൈബിൾ കോളേജ് ഇപ്പോൾ അവിടെ ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഇതായിട്ട് ഞാൻ അവിടെ പാസ്റ്റർ കോർഡിനേറ്റർ ആയിട്ട് 36 പാസ്റ്റേഴ്സിന്റെ കോർഡിനേറ്ററായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സഹകരണത്തിലുണ്ട്, ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ വല്ലപ്പോഴും പോയി ക്ലാസ് എടുക്കാറുണ്ട്. ഓക്കെ, കർത്താവിന്റെ കൃപയെ ഞാൻ ഒരുപാട് ബൈബിൾ കോളേജ് പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ എൻ്റെ വീടൊക്കെ കൊടുത്ത് വാടകയ്ക്ക് താമസിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മാമനൊക്കെ മരിച്ചുപോയി. മാമൻ പറഞ്ഞു, അവൻ ഭിക്ഷക്കാരനെ പോലെ ആയല്ലോ, വീടില്ല, ജോലിയില്ല, കാറില്ല, പെണ്ണുപിള്ള ഭാര്യയ്ക്ക് സ്വർണ്ണമില്ല, എല്ലാം പോയി അല്ലേ, അവൻ്റെ അമ്മാവനെയും കൂടെ അതിനകത്താക്കി. ഇപ്പോ ഇവൻ ഇനി ഭിക്ഷക്കാരനെ പോലെ തിരിച്ചിരുന്നു പറഞ്ഞു. ഞാൻ ഭിക്ഷക്കാരനെ പോലെ തിരിച്ചു വന്നില്ല. കർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വട്ടപ്പാറ 5 സെന്റ് ഒരു സ്ഥലവും കൂടെ വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു. 4 മാസം മാത്രമേ വാടകയ്ക്ക് താമസിച്ചുള്ളൂ. വെറും 4 മാസം വാടകയ്ക്ക് താമസിച്ചു. ജീവിതത്തിൽ 4 മാസം മാത്രം വാടകയ്ക്ക് താമസിച്ചു. എന്നിട്ട് ഞാൻ ആ സ്ഥലം വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ കൊച്ചു വീട്, ചെറിയ ഓൾട്ട വീട്, പഴയ ഓൾട്ട കൊച്ചു വീട്. അതിന്റെ മുമ്പിൽ തന്നെ തൊട്ടടുത്ത് കത്തോലിക്ക പള്ളിയാണ്. ഞാൻ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മൂക്കിൽ നിന്ന് തുമിച്ച് ഇങ്ങനെ എറിഞ്ഞാൽ ചെന്ന് വീഴുന്ന ദൂരേ ഉള്ളൂ അടുത്ത്. അല്ലെങ്കിൽ ഉറച്ച ഒരു കല്ലെടുത്തിട്ടാൽ അപ്പുറത്തെ ചർച്ചിൽ ചെന്ന് വീഴും, അവിടെ കത്തോലിക്ക ചർച്ച്. ആ കത്തോലിക്ക ചർച്ചിന്റെ മൂക്കിന്റെ അകത്ത് രോമം വരുന്ന പോലെ പെന്തക്കോസുകാരൻ അവിടെ പാസ്റ്ററല്ല, ഇവാഞ്ചലിസ്റ്റ് ആണ്. സമയത്ത് ഞാൻ വന്ന് അവിടെ വീട് വാങ്ങിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇവിടെ സഭ തുടങ്ങാൻ. ഞാൻ പറഞ്ഞു, കർത്താവ് ഇവിടെ പട മേടിച്ച് പന്തളത്ത് നിന്ന് അവിടെ എല്ലാം ഇത്രയും വിഷയങ്ങളുമായിട്ട് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇനി ഈ കത്തോലിക്ക 10-300 വിശ്വാസികളൊക്കെയുള്ള കത്തോലിക്ക സഭയുടെ കീഴിൽ പെന്തക്കോസുകാരൻ ഞാൻ ഇനി കൊട്ടി ഇരിക്കണമെന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷെ കർത്താവ്, ഞാൻ വലിയ എൻ്റെ സ്റ്റാറ്റസ് നോക്കി വട്ടപ്പാറ പോയി വലിയ ഓഡിറ്റോറിയങ്ങളും വീടും ഒക്കെ നോക്കാൻ നോക്കി ചർച്ച തുടങ്ങാൻ. ദൈവം സമ്മതിച്ചില്ല. ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ 2-3 തെങ്ങണ്ടായിരുന്നൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വീടിന്റെ മുമ്പിൽ ഷീറ്റ് ഇറക്കി അവിടെ ചർച്ച് സ്റ്റാർട്ട്. 4.5 വർഷം വീട്ടിന്റെ മുമ്പിൽ ചർച്ചായിട്ട് ഇരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവിടെ സ്ഥലക്കുറവുണ്ടായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ കൃപ 21.5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിക്കകത്താണ്. ഇന്ന് നല്ല വില കിട്ടും, അന്ന് വലിയ വിലയില്ല. 21.5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. 4-5 വർഷം പ്രാർത്ഥിച്ചു. ഞങ്ങൾ വൈഫും കൂടെ ഓലയുടെ കീറി ഇട്ടുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. തെങ്ങും പുരടം പോലത്തെ പുരടം. 4-5 വർഷം പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവിന്റെ കൃപയിൽ അതിനുശേഷം അവിടെ സഭ വെച്ചു. 1050 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പ്രാർത്ഥനയും ചർച്ചും ഇവിടെ വയ്ക്കാൻ ദൈവം സഹായിച്ചു. ഒരു 150 പേർക്ക് അകത്തിരിക്കാനുള്ള ഒരു സ്ഥലം ദൈവം അവിടെ നൽകി. 21.5 സെന്റ് സ്ഥലമുണ്ട്. മുനിസിപ്പാലിറ്റിക്കകത്ത് ചർച്ച് വേണമെങ്കിൽ 20 സെന്റിന് മുകളിൽ വേണം, നിയമമൊക്കെ ഉണ്ട്. ഇന്ന് അങ്ങനെ മിസ്പ പ്രയർ ചർച്ച് എന്നുകൊണ്ട് 19 വർഷമായി പുതിയ ചർച്ചായിട്ട്. 12 വർഷമായി പുതിയ ചർച്ചായിട്ട്. 4.5 വർഷം നമ്മളെ വീട്ടിലായിരുന്നു. അങ്ങനെ 19 വർഷത്തോളമായി ഒരു സഭയുടെ പാസ്റ്ററായിട്ട് ഇരിക്കാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ കൃപയാൽ പല ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുക. ഇന്നും ഇപ്പോഴും കർത്താവിന്റെ കൃപയാൽ 3-4-5 ബൈബിൾ കോളേജുകൾ ഈ വർഷങ്ങളിലും തുടർമാനമായിട്ട് പഠിപ്പിക്കാനും. നാളെ ഞങ്ങൾക്ക് ബംഗാളി ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ജോലിക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ പൈസ മുടക്കി മറ്റേ നോർത്ത് ഇന്ത്യയിൽ പോയി ദേവദാസനൊക്കെ ചെയ്യുന്ന പോലെ അവിടെ താമസിച്ച് അവിടെ റെന്റ് കൊടുത്ത് അവിടെ കഷ്ടപ്പെട്ട് അല്ലേ. ഇതിപ്പം നോർത്ത് ഇന്ത്യയിലെ മെമ്പേഴ്സിന് ജോലിക്കായിട്ട് നമ്മളെ കേരളത്തിൽ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വരുന്ന ഇവരുടെ ഇടയിൽ ഒരു വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു MD കഴിഞ്ഞൊരു പയ്യനെ അതിനെ ട്രെയിൻ ചെയ്തു. ഹിന്ദിയും കൂടെ അറിയാവുന്ന ജമ്മു കാശ്മീരിലുള്ള ഒരു പയ്യൻ, ഹിമാചൽ പ്രദേശിലുള്ള ഒരു പയ്യനെയും ആസാമിലുള്ള ഒരു പയ്യനെ, 2 പേരെ നമ്മൾ പാസ്റ്റേഴ്സ് പോലെ അവർ വർക്ക് ചെയ്യുന്നു. അവർ 4 പോലും ട്രിവാൻഡ്രത്തോട്ട് വർക്ക് ചെയ്യുന്നു. നാളെ ഞങ്ങൾക്ക് 12 ഡിസേബിൾസിന്, അത് ബംഗാളീസ് ആണ്. അവർ ജോലിക്കായിട്ട് വന്നതാണ്. പക്ഷെ അവർക്ക് സുവിശേഷമായിട്ട് താല്പര്യമുള്ള അവരെ കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മ
നാർഗോവിൽ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ നിന്ന് 12 പേരെ നാളെ 3 ദിവസത്തെ ഡിസേബിൾ ട്രെയിനിങ്ങിനായിട്ട് വരുത്തി പല പാസ്റ്റേഴ്സിന്റെ ക്ലാസ് കൊടുത്തു. 3 ദിവസമേ ഉള്ളെങ്കിൽ അത്യാവശ്യം സുവിശേഷം പറയാനും എന്താണ് ഗോസ്പൽ എന്നും ആ ഒരു മിഷൻ ചലഞ്ച് ഉണ്ടാക്കി അവരെ ബംഗാളിലേക്ക് വിട്ട് അവരുടെ ഇടയിൽ അവരുടെ ഭാഷയിൽ അവർ വർക്ക് ചെയ്ത് അവിടെ സഭകൾ സ്ഥാപിക്കുന്ന ഒരു സ്റ്റാർട്ടിങ്. അത് ഒരു മാസം ഓരോ ട്രെയിനിങ്, ഓരോ മാസം 12 പേരെ ട്രെയിൻ ചെയ്യുന്ന ഒരു പരിപാടി. നാളെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ ആൾക്കാരൊക്കെ എത്തും. അപ്പോൾ ഇതുപോലെ ഇന്ന് പല നോർത്ത് ഇന്ത്യയിലും പല സ്റ്റേറ്റുകളിലും വന്ന് എനിക്ക് പ്രസംഗിക്കാൻ, ഈ സായിബാബയുടെ പുട്ടപർത്തിയിൽ ആന്ധ്രയിൽ പോയ സ്ഥലത്ത് ഞാൻ പിന്നെ പല പ്രാവശ്യം പോയി കർത്താവിന്റെ വചനം സംസാരിച്ചിട്ടുണ്ട്. സായിബാബ അല്ല ദൈവം, യേശു ക്രിസ്തുവാണെന്ന് സംസാരിക്കാനിടയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സായിബാബയുടെ അനിയനൊരു വേണു എന്നൊരു ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി കാണുമായിരിക്കും. പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തിന്റെ അടുക്ക് വരെ സുവിശേഷം പറയാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല മിഷൻ ഇന്ത്യയുടെ ആന്ധ്ര വാറങ്കൽ മിഷൻ ഇന്ത്യയുടെ അവിടെയൊക്കെ MDവിന്റെ ക്ലാസ് എടുക്കാനും മറ്റ് പല സെമിനാർ എടുക്കാനും ഒക്കെ ഈ പണ്ട് സായിബാബയ്ക്ക് വേണ്ടി പോയെങ്കിൽ അവിടെയൊക്കെ അന്ന് യേശുക്രിസ്തുവിന് വേണ്ടി പോകാൻ ദൈവം നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലും നേപ്പാളിലും ഒക്കെ അതൊന്നും ഇപ്പൊ പറയുന്നില്ല, ഒരു 3-4-6 സംസ്ഥാനങ്ങളൊക്കെ പോകാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ അന്ന് ഒരു വീടാണ് കൊടുത്തത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വീടാണ് കൊടുത്തത്. ആ ഒരു വീട് കൊടുത്ത സ്ഥാനത്ത് ഇന്ന് കർത്താവിന്റെ കൃപയിൽ എനിക്ക് 2 വീടുണ്ട്. ഒരു വീട് ഞാനിപ്പോൾ ആ 5 സെന്റ് വീടെന്ന് പറഞ്ഞു ചെറിയ വീടായിരുന്നു, അതിനെ മാറ്റി മാന്യമായിട്ട് വീട് വയ്ക്കാൻ ദൈവം സഹായിച്ചു. ഒരു 2 നില വീട് അവിടെ വയ്ക്കാൻ 4 വർഷം കഴിഞ്ഞു. ഇപ്പൊ 5ാമത്തെ വർഷം. പിന്നെ മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ ഈ വർഷം തന്നെ. അപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീടും കൂടെ വാങ്ങിക്കാൻ ഞാൻ ഒരു വീട് ദൈവത്തിന് വേണ്ടി കൊടുത്തെങ്കിൽ ഇന്ന് ദൈവത്തിന് എനിക്ക് 2 വീട്. കർത്താവ് ആർക്കും കടക്കാരനല്ല. നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ തിരിച്ച് പച്ചവെള്ളം തരുന്നല്ല, ബൂസ്റ്റ് ഇട്ട് തന്നെ എനിക്ക് തരും കർത്താവ്. നീ ബൂസ്റ്റ് ഇട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനേക്കാളും അല്ലെ ഹോർലിക്സ് ഇട്ട് തരും. അപ്പം കർത്താവ് ആർക്കും കടക്കാരനല്ല. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറയാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഒരു പൈസയും കടമില്ലാതെ ഈ പരുവന്മാരെയൊക്കെ നിർത്തിയത് ദൈവമാണ്. മക്കളെ പഠിപ്പിക്കാനൊക്കെ ഓർഫണേജ് നിർത്തി പഠിപ്പിക്കാനൊക്കെ ചിന്തിച്ച സമയം എനിക്കുണ്ടായിരുന്നു. 10 രൂപ മാത്രം കയ്യിലുള്ള ദിവസം ഉണ്ടായിരുന്നു. അപ്പം മീൻകാരൻ വന്ന് ബെല്ലടിക്കും, പിന്നെ പോവാം, അല്ലെ ഹോണാണ്, പോവാന്നുള്ള ഹോൺ അടിക്കുമ്പോൾ ഞാൻ പറയും പോ ഫ്രിഡ്ജ് ഇരിപ്പുണ്ടെന്ന് പറയും. മീനൊന്നുമില്ല. പക്ഷെ അത് അവിടെ എന്നും ദൈവം അല്ലേ 10 രൂപ മാത്രമായപ്പോഴത്തേക്ക് അടുത്ത നിമിഷങ്ങളിൽ വേറെ ഞാൻ പണ്ടങ്ങാണ്ട് പോയ മീറ്റിംഗിലാണ്ട് പോയ ഒരു സഹോദരി 1800 രൂപ 1700 രൂപയുടെ BSNLന്റെ ബില്ല് കർണാടകയ്ക്കാൻ വെച്ചിരുന്ന പൈസയും കൊണ്ട് എൻ്റെ വീട്ടിൽ വരുവാണ്. ദൈവം എന്നോട് സംസാരിച്ചു രാത്രി. ദൈവം അത്ര വിശ്വസ്തനാണ്. ഈ യഹോവ എന്ന് പറയുന്നത് പല്ലുവേനയ്ക്കും തലവേനയ്ക്കും മാത്രമൊന്നുമല്ല, നമ്മുടെ എല്ലാ ശിക്ഷയും കർത്താവ് വഹിക്കുകയും നമ്മൾ ഇനി അതിനുവേണ്ടി യാഗം കഴിക്കേണ്ട കർത്താവ് യാഗമായി തീർന്നു അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയുണ്ട്, എനിക്കായി മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. കർത്താവിനെ അല്ലാതെ പിന്നെ ആരാധിക്കാനുള്ളത്? അമ്മേ, ഇന്ന് ഈ മഹാഭാഗ്യം നൽകിയ കർത്താവ് ഞാൻ വളരെ സന്തോഷത്തിനാണ്. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് കല്യാണമൊക്കെ വയ്ക്കുമ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണം വരെ ഞായറാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ടില്ല, ഞായറാഴ്ച പോകത്തില്ല. അതൊക്കെ പോയി ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരെങ്കിൽ ആദ്യം ചോദിക്കും, അവിടെ അവന്റെ സൗകര്യം, അവൻ ഞായറാഴ്ച അവനെ കിട്ടത്തില്ല. ഇപ്പൊ അതുകൊണ്ട് അല്ലെ ഞാൻ അവരോട് ചേരുകയല്ല, അവർ എന്നോട് ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി പേരൊക്കെ ആമേൻ. ഈ പറഞ്ഞ അദ്ദേഹം പാസ്റ്റാണ്. എനിക്ക് ആദ്യം എന്നോട് സുവിശേഷം പറഞ്ഞ എൻ്റെ അളിയൻ, അദ്ദേഹം IPSCയുടെ ഒരു പാസ്റ്റായിട്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. നേവിയിൽ നിന്നൊക്കെ അയാൾ റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് നോർത്ത് ഇന്ത്യയിലൊക്കെ അദ്ദേഹം ഒരുപാട് പേരെ രോഗശാന്തി ശുശ്രൂഷയൊക്കെ ചെയ്തു. ഇന്ന് അദ്ദേഹം പാസ്റ്റായിട്ടായിരിക്കുന്നു. എൻ്റെ കുടുംബത്തിലും ചില വ്യക്തികളൊക്കെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് കർത്താവിന്റെ കൃപയാൽ ഈ പറഞ്ഞ ട്രിവാൻഡ്രം ജില്ലയിൽ വട്ടപ്പാറ ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കാൻ ദൈവം സഹായിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ സാക്ഷ്യത്തിന്റെ ഒരു ചുരുക്കം. പിന്നെ മാത്രമല്ല, ഈ അമ്മ ഇപ്പോഴും ഉണ്ട്. അമ്മ എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു. അമ്മയ്ക്ക് വളരെ പ്രായമുണ്ട്, 84 വയസ്സുണ്ട്. അമ്മ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ അവർക്ക് ഈ വയസ്സുകാലത്ത് ഇനി ഇതിലേക്കൊക്കെ വന്നാൽ അച്ഛൻ്റെയൊക്കെ അടക്കിയ സ്ഥലത്ത് തന്നെ അടക്കാൻ നിങ്ങൾ ഇനി പള്ളി കൊണ്ടുപോകുന്നൊക്കെയുള്ള പേടിയിലൊക്കെ ഇരിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോഴും വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവത്തിലേക്ക് ബന്ധുക്കളിലൊക്കെ ചിലരെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അവരാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല എൻ്റെ ഇതിൽ. പക്ഷെ വൈഫിന്റെ കുടുംബത്തിൽ കുറച്ച് പേരൊക്കെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ശുശ്രൂഷ കൂടുതലും മറ്റുള്ള ഒരുപാട് കർത്താവിന്റെ കൃപയാൽ ഇന്ന് എനിക്ക് ചുരുക്കമൊന്നും പറയുന്നില്ല. ഞാൻ എന്നാലും ഒരു 1000-ലധികമെങ്കിലും വ്യക്തികളെ ദൈവവചനം പഠിപ്പിച്ച് നിശ്ചയം പ്രാപിച്ച് കർത്താവിന്റെ വേലയിലേക്ക് പല സ്ഥലത്തേക്ക് അയക്കാൻ പല ബൈബിൾ കോളേജിൽ 36 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പറഞ്ഞ ആൾക്കാർ അന്തം വിട്ടു. കാരണം ഞാൻ അത്രയും സ്ട്രെയിൻ എൻ്റെ ശുശ്രൂഷകളാണ് കാണുന്നത്.
ഒരു ദിവസം തന്നെ 4 ബൈബിൾ കോളേജൊക്കെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഓടിയിട്ടുണ്ട്. അത്ര അത് രാവിലെ തൊട്ട് രാത്രി 10 മണി വരെ ഇപ്പോഴും ഓടുന്നുണ്ട്. ഈ പ്രായത്തിൽ 62 വയസ്സായെങ്കിലും ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഉദയംകുളങ്ങര എന്ന് പറയുമ്പോൾ പാറശാലയ്ക്ക് അടുത്ത് നെയ്യാറ്റിങ്കര ഉദയംകുളങ്ങര അവിടെ വൈകിട്ടത്തെ ക്ലാസ് 6 മണിക്ക് തുടങ്ങി 9 മണിക്കാണ് തീരുന്നത്. 9 മണിക്ക് തീർന്നിട്ട് അവിടുന്ന് ഞാനൊരു സ്കൂട്ടറിൽ ബൈക്കിൽ ഇപ്പോഴും അവിടുന്ന് സ്കൂട്ടറിൽ വീട്ടിൽ എത്തുമ്പോൾ 10:30 മണി കഴിയും. 1.5 മണിക്കൂർ വേണം യാത്ര ഒരു സൈഡ്. NH റോഡ് ഭയങ്കര തിരക്കുള്ള റോഡാണ്. ഈ പ്രായത്തിൽ നമുക്ക് സന്തോഷം ശുശ്രൂഷ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നതൊക്കെ വളരെ സന്തോഷം. കർത്താവ് ആരോഗ്യം നൽകിയാൽ മരിക്കുന്നതിന്റെ അന്നും കൂടെ വചനം പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. കാരണം ആരോഗ്യം ദൈവത്തിന്റെ ദാനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ശക്തിയോടെ ചെയ്യണം, ആലംഭാവത്തോടെ ദൈവത്തിന്റെ വരെ ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, കാരണം നമ്മളിവിടെ എന്ത് ചെയ്താലും അതിന്റെ എല്ലാം പ്രത്യാശ കിരീടം മുകളിൽ വളരെ വലുതാണ്. കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വലിയൊരു പ്രതിഫലമാണ്. അവിടെ സമ്മാനങ്ങളാണല്ലോ. ന്യായവിധി ദുഷ്ടന്മാർക്ക് ന്യായവിധി ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് ന്യായവിധിയല്ല. വി ഗെറ്റ് സോ റിവാർഡ്സ് ഫ്രം ഹെവൻ. അത് കണ്ടുകൊണ്ടല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. യോബ് പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ അവസ്ഥ മാറുമെന്നും കൊണ്ടൊന്നുമല്ല യോബ് പ്രാർത്ഥിച്ചത്. യോബിന് സ്നേഹം തോന്നിയോണ്ടാണ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം, തികഞ്ഞ സ്നേഹമാണ് നമ്മളെ എല്ലാ നിരാശകളെയും ഭയത്തെയൊക്കെ പുറത്താക്കി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ. ഓക്കെ, ഈ അരോമ TV ഞാൻ ആ പേര് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ശുശ്രൂഷ ഒത്തിരി ഇതുപോലെ യേശുവിനെ അറിഞ്ഞു കടന്നു വരുന്ന ദൈവ മക്കൾ, ദൈവദാസന്മാർ അല്ലെങ്കിൽ സുവിശേഷകരുടെ സാക്ഷ്യം അതൊരു ഭയങ്കര മണമായിട്ട് തന്നെ അന്തരീക്ഷത്തിൽ വരികയും ഈ മണം അങ്ങ് മോളി എത്തിയിട്ട് ഒരു ബ്ലസ്സിങ് റെയിനായിട്ട് അല്ലേ കേൾക്കുന്നവരിലും ഈ പ്രസ്ഥാനത്തിലും പ്രത്യേകിച്ചും ദേവദാസന്റെയും ശുശ്രൂഷ ഈ ചാനൽ ഈ കുടുംബത്തിനകത്തും അതൊരു വലിയ ഒരു ഒരു ബ്ലസ്സിങ് റെയിൻ, അനുഗ്രഹത്തിന്റെ മഴയായിട്ട് അല്ലെ, ദൈവത്തിന്റെ നറുമണമുള്ള ഒരു മഴയായിട്ട്, ദൈവത്തിന്റെ സുഗന്ധമുള്ള ഒരു അനുഭവമായിട്ട് ആയിരിക്കട്ടെ. ആയിരങ്ങൾക്ക് ഇനിയും ആയിരം ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ ഇതുപോലെ അനേകരോ ഉറപ്പിക്കട്ടെ. ഇന്നലെ ഞാൻ അതിശയിച്ചു. ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹം ക്വയർ ലീഡർ അദ്ദേഹം പറയുകയാണ്, ഞാൻ കടലിന്റെ അകത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരൊക്കെ ഈ ഹിന്ദി പാട്ടും സിനിമ പാട്ടൊക്കെ ഇട്ട് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഈ അരോമ TV സാക്ഷി കേൾക്കുന്നു. പുള്ളി ഒരു പരിചയമില്ലാത്ത ഒരാളെ സഹോദരനാണ്. ഇന്നലെ പരിചയപ്പെട്ടു പ്രാർത്ഥിക്കാൻ വന്നതാണ് ലാസ്റ്റില്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് 100 മേനിയും ഫലമാക്കാൻ ദൈവത്തിന് കഴിയും. ഇപ്പൊ നമ്മൾ ചെയ്യാതിരിക്കരുതെന്നുള്ളതാണ്. നമ്മുടെ അസ്വസ്ഥതകളൊക്കെ മാറ്റി വെച്ച് കർത്താവിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് ഇനിയും സമയവും സന്ദർഭമൊക്കെ ഒക്കുന്നെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് തമ്മിൽ കാണാനും അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനും ഒക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ എല്ലാ അനുഭവവും അതിനകത്ത് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, മക്കളെയൊക്കെ വളരെ ഓർഫണേജ് പോലും നിർത്തി പഠിപ്പിക്കാനൊക്കെ തോന്നിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് ഇവരെയൊക്കെ ഒരു പൈസയും ലോൺ എടുക്കാൻ ഒക്കെ ഭയങ്കര പറഞ്ഞാൽ ഒരുപാടുണ്ട്. SBI ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ 2 പ്രാവശ്യം ആപ്ലിക്കേഷൻ വാങ്ങിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണ്ട. നമ്മൾ കർത്താവ് ലോണിലില്ല അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, ബിടെക്കിനൊക്കെ പഠിപ്പിക്കാനായിട്ട്. പക്ഷേ മോന് ബിടെക് M.Tech കഴിയുമ്പോൾ 6 ലക്ഷം രൂപയായി. ഈ 6 ലക്ഷം രൂപയും ഒരു പൈസയും ലോൺ എടുക്കാതെ കർത്താവ് ഈ വചനം പ്രസംഗിച്ചും വചനം പഠിപ്പിച്ചും കിട്ടുന്ന നന്മയിൽ നിന്ന് മാത്രം മക്കളെയൊക്കെ പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അതൊക്കെ കർത്താവിന്റെ വിശ്വസ്തതയാണ്. അതുപോലെ തന്നെ ഒരു വീടാണ് ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തത്. പക്ഷെ ഇന്ന് 2 വീടും ഒരു സഭയും 3 കെട്ടിടത്തിന്റെ ടാക്സ് അടയ്ക്കണം, 3 കറണ്ട് ചാർജ് അടയ്ക്കണം, 3 സ്ഥലത്തെ വെള്ളത്തിന്റെ ചാർജ് അടയ്ക്കണം. അതിനെല്ലാം ദൈവം തരുന്നു. അനേക ദൈവമക്കളിൽ കൂടി പ്രാർത്ഥിക്കുന്നവരെ കൂടി ഒന്നും കൊണ്ടുപോകണില്ല. പക്ഷെ എല്ലാ ദൈവം നടത്തുന്നു. ഓക്കെ, ആമേൻ. സ്തോത്രം. അനേക പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തീയ ജീവിതം യേശു കർത്താവാണ് സത്യമെന്നും അവർക്ക് അറിയാമെങ്കിലും അതിനെ അനുസരിക്കുവാനോ പിൻപറ്റുവാനോ അതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ അവരുടെ കണ്ണിൻ്റെ കാഴ്ച പ്രാപിക്കുവാനോ കഴിയാതെ ഇരിക്കുമ്പോൾ ഈ അറിഞ്ഞ സത്യമാണെന്നും യേശു കർത്താവ് ദൈവമാണ് എന്നും തിരിച്ചറിയുവാനും ആ യേശുവിനെ പിൻപറ്റി യേശുവിലൂടെയുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനും കർത്താവിൻ്റെ ദാസന് ദൈവം കൃപ ചെയ്തു. ആ കുടുംബത്തിന് ദൈവം കൃപ ചെയ്തു. ഇന്ന്
ആ വെളിച്ചം, ദൈവദാസൻ പകർന്നതായ ആ വെളിച്ചം ആയിരക്കണക്കിന് പേരെ വെളിച്ചത്തിലേക്ക്, ആ യേശുവിലേക്ക് നയിക്കുവാൻ, അത് മുഖാന്തരമായി തീരുവാനും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അറിയുവാനിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യത്തിന് സ്വാധീനിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിനെ അറിയുവാൻ, അനുഗ്രഹം അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ എന്നും ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പലപ്പോഴും പലരിലൂടെയും യേശുവാണ് ദൈവമെന്നും ഇതാണ് സത്യത്തിൻ്റെ പാതയെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് ഇറങ്ങി വരുവാനും ആ വിശ്വാസത്തെ അംഗീകരിക്കുവാനും കഴിയാതെ പോയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ നിമിഷം ദൈവസന്നിധിയിൽ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും പ്രവർത്തനത്തിന് വേണ്ടിയും കർത്താവിൻ്റെ ദാസൻ ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഇന്നത്തെ ദിവസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് പരസ്പരം അടിയൻ്റെ അനുഭവങ്ങൾ പങ്കുവെപ്പാനും അരോമ ടി വിയിലെ പ്രേക്ഷകരുമായിട്ട് കർത്താവെ, അടിയൻ്റെ കർത്താവെ എക്സ്പീരിയൻസിനെ, അനുഭവങ്ങളെ, കടന്നു വന്ന വഴികളെ ദൈവനാമത്തിൽ പറയുവാനും ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ശ്രേഷ്ഠദാസനെയും തൻ്റെ കുടുംബത്തെയും ഈ മിനിസ്ട്രിയും ചെയ്യുന്ന ശുശ്രൂഷകളെയും കർത്താവെ, ഈ സാക്ഷ്യങ്ങൾ കേട്ട ഓരോ പ്രേക്ഷക കുടുംബങ്ങളെയും ഓരോ വിശ്വാസ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയെ മാനിക്കുന്നവരെ അങ്ങ് മാനിക്കും എന്നുള്ള ആ പരമസത്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓർക്കുന്നു. അങ്ങ് ആർക്കും കടക്കാരനല്ല. ആമേൻ. കർത്താവേ സ്തോത്രം. ആമേൻ. ഇന്നത്തെ കാലത്ത് കർത്താവേ, മനുഷ്യരൊക്കെയും ഹല്ലേലൂയ പലതിനെ ചൊല്ലിയും വിചാരപ്പെടുമ്പോൾ അന്ത്യകാലമായിരിക്കുന്ന കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ 24 മണിക്കൂറും ദൈവമുഖം കണ്ട് ആരാധിക്കേണ്ട ഒരു വിളി ഞങ്ങളുടെ മേലുണ്ടെന്നുള്ള സത്യം ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഞങ്ങൾ കർത്താവെ പലരും ഞങ്ങളൊക്കെ കർത്താവെ 5 വിധ ശുശ്രൂഷകൾ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും അല്ലെങ്കിൽ വിശ്വാസികളായിട്ടും ഇവാഞ്ചലിസ്റ്റുമായിട്ടൊക്കെ ഞങ്ങളായിരിക്കുമ്പോഴും അതിനൊക്കെ അപ്പുറത്തൊരു വിളി ഞങ്ങൾക്കുണ്ട്. 24 മണിക്കൂറും ദൈവമുഖം കണ്ടുകൊണ്ട് ദൈവത്തിനോട് ചേർന്നിരിക്കേണ്ട ഒരു വിളി ഞങ്ങൾക്കുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി അന്ത്യം വരെയും വിശ്വസ്തരായിരിക്കാൻ ഇത് പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ, ഈ മിനിസ്ട്രിയെ, ഈ ദൈവമക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യം അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ അധികമധികമായി ശോഭിക്കുവാൻ ഉപയോഗിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി
നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.